GST നികുതി ഇളവുകൾ പ്രാബല്യത്തിൽ 90% ഉൽപ്പന്നങ്ങൾക്കും വില കുറഞ്ഞു. നമുക്ക് ലാഭം കുറയാണെങ്കിലും കൂടി നമുക്ക് ഒരു കാര്യം സന്തോഷിക്കാം, നമ്മൾക്ക് സാധനം വാങ്ങിക്കാൻ വരുന്ന ആളുകളെ കൈമൊന്നും ആ പ്രൊഡക്റ്റിന് അതിനേക്കാളും വില കുറച്ചിട്ട് അവർക്ക് കൊടുക്കാൻ കഴിയുമല്ലോ. വ്യാപക പ്രചാരണത്തിന് BJP. നികുതി വരുമാനം കുറയുമെന്ന ആശങ്കയിൽ കേരളം. യോഗി ആദിത്യനാഥിന്റെ ആശംസാ സന്ദേശം വിവാദത്തിൽ. ആഗോള അയ്യപ്പ സംഗമത്തിന് ആശംസ ലഭിച്ചത് എങ്ങനെയെന്ന് BJP പരിശോധിക്കും. സാധാരണ മുഖ്യമന്ത്രിമാരെ ക്ഷണിക്കാറുണ്ട്. ഇനി അദ്ദേഹത്തിന്റെ ഓഫീസാണോ ഈ സന്ദേശം കൊടുത്തതെങ്കിൽ ഞങ്ങൾ അതിനെക്കുറിച്ച് പരിശോധിക്കുന്നുണ്ട്. ഞങ്ങൾ അതിനെക്കുറിച്ച് ആധികാരികമായ അഭിപ്രായം ഞങ്ങൾ പിന്നീട് വ്യക്തമാക്കുന്നതാണ്. സർക്കാരിന് വെല്ലുവിളി ഉയർത്തി ശബരിമല സംരക്ഷണ സംഗമം പന്തളത്ത്. യഥാർത്ഥ വിശ്വാസികളുടെ സംഗമമെന്ന് സംഘാടകർ. ഒത്തിരി പാപങ്ങൾ ചെയ്തവരെ ഈ പമ്പയുടെ തീരത്ത് നമ്മൾ ബലിയിടുകയും പാപപരിഹാരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. പമ്പ പുണ്യനദിയാണ്. അതിന്റെ തീരത്ത് പാപം ചെയ്ത ആളുകളുടെ ഒരു കൂട്ടായ്മ ഞാനപ്പുറത്തേക്ക് പറഞ്ഞു. അതിനെപ്പറ്റി എനിക്ക് പറയാനില്ല. വിവിധ വിഷയങ്ങളിൽ സെമിനാർ. ഔദ്യോഗിക ഉദ്ഘാടനം K. അണ്ണാമലൈ നിർവഹിക്കും. H-1B വിസ ഫീസ് വർധന പ്രാബല്യത്തിൽ. പുതിയ അപേക്ഷകർക്ക് $1,00,000 ഫീസ്. ആശങ്ക രേഖപ്പെടുത്തി US ചേംബർ ഓഫ് കൊമേഴ്സ്. താരിഫ് തർക്കം തുടരുന്നതിനിടെ വ്യാപാര ചർച്ചകൾക്കായി മന്ത്രി പീയൂഷ് ഗോയൽ അമേരിക്കയിലേക്ക്. ഗാസയിൽ ആക്രമണം തുടർന്ന ഇസ്രായേൽ. ഇന്നലെ കൊല്ലപ്പെട്ടത് 46 പലസ്തീനികൾ. സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം അംഗീകരിക്കില്ലെന്ന് ഇസ്രായേൽ. വെസ്റ്റ് ബാങ്കിൽ അധിനിവേശം വ്യാപിപ്പിക്കുമെന്ന് ബെഞ്ചമിൻ നെതന്യാഹു. ദാദാസാഹബ് ഫാൽക്കെ പുരസ്കാര നേട്ടത്തിന് പിന്നാലെ മോഹൻലാൽ സിനിമാ തിരക്കിലേക്ക്. ദൃശ്യം 3ന്റെ പൂജ കൊച്ചിയിൽ. ജോർജ് കുട്ടി എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടാക്കും, പേടിക്കുന്നു. അത് കാണാം. എല്ലാവരും അതിന്റെ ഒരു എല്ലാവരും ഈ എക്സൈറ്റ്മെന്റ് ആണ് ദൃശ്യത്തിന്റെ ഒരു ക്യാച്ച് എന്ന് പറയുന്നത്. അപ്പൊ അത് തീർച്ചയായിട്ടും ഇതിനടുത്ത് പറയല്ലെന്ന് പുള്ളി പറഞ്ഞു. ഫാൽക്കെ പുരസ്കാരം നാളെ സ്വീകരിക്കും. BJP കൗൺസിലർ തിരുമല അനിലിന്റെ ആത്മഹത്യാക്കുറിപ്പ് പുറത്ത്. നമ്മുടെ ആളുകളെ സഹായിച്ചെങ്കിലും പണം തിരിച്ചടയ്ക്കാത്തത് പ്രതിസന്ധി ഉണ്ടാക്കിയതായി കത്തിൽ പരാമർശം. കത്ത് ആയുധമാക്കി CPM. അനിലിന്റെ ആത്മഹത്യക്ക് കാരണം CPM-ഉം പോലീസുമെന്ന് BJP. പുനലൂരിൽ നാടിനെ നടുക്കി കൊലപാതകം. ഭാര്യയെ ഭർത്താവ് വെട്ടിക്കൊന്നു. ഫേസ്ബുക്കിൽ കൊലപാതകം വിശദീകരിച്ച് പ്രതി. അറിയാതെ പല ബന്ധങ്ങൾക്കും ഞാൻ വീട്ടിൽ സ്വർണ്ണമെടുത്ത് പണയം വെക്കുകയും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞാൽ കേൾക്കാതെ ഇഷ്ടത്തോതിയിൽ പോവുകയും വരികയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. തിരുവനന്തപുരത്ത് യുവതിയെ കഴുത്ത് ജരിച്ച് കൊലപ്പെടുത്തിയ പ്രതി പ്രവീണിന് ജീവപര്യന്തം തടവ്. കുടുംബ ബജറ്റിൽ വലിയ ആശ്വാസം നൽകുന്ന GST നികുതി ഇളവ് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. അവശ്യ സാധനങ്ങൾ മുതൽ വാഹനങ്ങൾക്ക് വരെ വലിയ വിലക്കുറവാണ് ഉണ്ടാവുക. ജീവൻ രക്ഷാ മരുന്നുകൾക്കും വില കുറയും. അതേസമയം ആഡംബര വാഹനങ്ങൾക്കും കാർബണേറ്റഡ് പാനീയങ്ങൾക്കുമൊപ്പം ലോട്ടറിയുടെ നികുതിയും 40%-ലേക്ക് ഉയർത്തിയിട്ടുണ്ട്. GST ഇളവ് സംസ്ഥാനത്തിന് വലിയ നഷ്ടമുണ്ടാക്കുമെന്നാണ് ധനകാര്യമന്ത്രിയുടെ പ്രതികരണം. പുതിയ GST സ്ലാബുകൾ സാധാരണക്കാർക്കടക്കം വലിയ രീതിയിൽ ഉപയോഗപ്രദമാകുമെന്നാണ് വിലയിരുത്തലുകൾ വരുന്നത്. നിലവിൽ 0%, 5%, 18%, 40% എന്നിങ്ങനെയാണ് GST സ്ലാബുകൾ വരുന്നത്. ഇതിൽ നമ്മൾ രാവിലെ എണീക്കുന്നത് മുതൽ നമ്മൾ ഉറങ്ങുന്നത് വരെ നമ്മൾ ഉപയോഗിക്കുന്ന മിക്ക സാധനങ്ങൾക്കും വില വലിയ രീതിയിൽ കുറഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേന്ദ്ര സർക്കാരിന് ജനപ്രീതി നേടുന്ന ഒരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഇതിൽ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിനടക്കം നമ്മൾ
നമ്മൾ ഉപയോഗിക്കുന്ന ടൂത്ത് പേസ്റ്റ്, അതുപോലെ സോപ്പ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം വലിയ രീതിയിൽ വില കുറയും. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ആവശ്യമായിട്ടുള്ള സാമഗ്രികളുടെ വിലയും വലിയ രീതിയിൽ കുറയുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ നോട്ട്ബുക്ക് വരും, പുസ്തകങ്ങൾ വരും, മാപ്പ് വരും, ഗ്ലോബ് വരും തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ, പെൻസിൽ, പേന തുടങ്ങിയിട്ടുള്ള എല്ലാ അവശ്യ സാധനങ്ങൾക്കും വില കുറയും. അതിനെല്ലാം 0 GST ആണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുപോലെ ഹെൽത്ത് ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്ക് വില കുറയും, വലിയ രീതിയിലുള്ള വില കുറവുണ്ടാകും. അതുപോലെ വാഹനങ്ങൾക്ക് ഇപ്പോൾ ഒരു 350 cc താഴെയുള്ള ബൈക്കുകൾ, അതുപോലെ മുച്ചക്ര വാഹനം, ഓട്ടോറിക്ഷ, അതുപോലെ കാറുകൾ തുടങ്ങിയിട്ടുള്ളവയ്ക്ക് വില കുറയും. 20 ലക്ഷത്തിന് താഴെയുള്ള കാറുകൾക്കാണ് വില കുറയുക. അതിൽ ഇപ്പോൾ തന്നെ പല കമ്പനികളും അതിൻ്റെ സൈറ്റുകൾ എടുത്ത് നോക്കുമ്പോൾ അറിയാൻ കഴിയുന്നുണ്ട്. അത് ഇത്ര രൂപ കുറയുന്നുണ്ട്, 99,000 കുറയും, 98,000 കുറയും, 92,000 കുറയും. ഇങ്ങനെ പല രീതിയിലുള്ള വിലക്കുറവുകൾ വാഹന കമ്പനികൾ ഇന്നു മുതൽ തന്നെ അവരുടെ സൈറ്റുകളിൽ പ്രദർശിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ 1 ലക്ഷം രൂപയുടെ ഒരു ബൈക്കാണെന്നുണ്ടെങ്കിൽ അതിന് 10,000 രൂപ വരെ വില കുറയും. അവശ്യ മരുന്നുകൾക്ക് വില കുറയും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തുണികൾക്ക് വില കുറയും. 2,500 രൂപയ്ക്ക് താഴെയുള്ള തുണിത്തരങ്ങൾക്ക് വലിയ രീതിയിലുള്ള വില കുറവുണ്ടാവും. അതേസമയം 2,500 രൂപയ്ക്ക് മുകളിലുള്ള തുണിത്തരങ്ങൾക്ക് അത് വില കൂടാനുള്ള ഒരു സാധ്യതയുണ്ട്. വില കൂടും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ ലക്ഷറി വാഹനങ്ങൾ, അതുപോലെ 20 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ഇലക്ട്രിക് വാഹനങ്ങൾ തുടങ്ങിയിട്ടുള്ള സാധനങ്ങൾക്ക് വില കൂടുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ കുടിക്കുന്ന പെപ്സി, സ്പ്രൈറ്റ് തുടങ്ങിയവയ്ക്ക് വില കൂടും. അതുപോലെ ലക്ഷറി വാഹനങ്ങൾക്ക് വില കൂടും. തുടങ്ങി പാൻ മസാലയ്ക്ക് വില കൂടും, സിഗരറ്റിന് വില കൂടും. തുടങ്ങി നമുക്ക് ആവശ്യമില്ലാത്ത എന്നാൽ ആളുകൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾക്ക് വില കൂടും. എന്നാൽ വളരെ അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങൾക്കെല്ലാം വില കുറയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. കാരണം 8,000 മുതൽ 10,000 കോടി രൂപയുടെ വാർഷിക വരുമാനമാണ് സംസ്ഥാന സർക്കാരിന് ഇതിൽ നിന്ന്, ഈ പുതിയ GST സ്ലാബ് കാരണം കുറയുന്നത്, നഷ്ടം വരുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ലോട്ടറി 40% നികുതിയിലേക്ക് എത്തുന്നു. ലോട്ടറിക്ക് നികുതി കൂടുമ്പോൾ അതിന് ആനുപാതികമായിട്ടുള്ള ലോട്ടറി വില കൂട്ടാൻ കഴിയില്ല. കാരണം ലോട്ടറി വില കൂട്ടിയാൽ വിൽപ്പന കുറയും എന്നുള്ള ഒരു കാര്യം സർക്കാരിന് മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ ലോട്ടറിക്ക് വില കുറയില്ല, വില കൂടില്ല. എന്നാൽ സമ്മാന തുകയ്ക്ക് വില കുറയാനാണ്, സമ്മാന തുക കുറയ്ക്കാനും അതുപോലെ ഏജന്റുമാരുടെ കമ്മീഷൻ കുറയ്ക്കാനുമുള്ള നീക്കത്തിലേക്കാണ് സംസ്ഥാന സർക്കാർ പോകുന്നത്. ഇത്തരത്തിൽ 8,000 മുതൽ 10,000 കോടി രൂപ വരെ സർക്കാരിന് കുറവ് വരുന്നതിനാൽ, നഷ്ടം വരുന്നതിനാൽ GST സ്ലാബിൽ, അതായത് 60% GST തുക സംസ്ഥാന സർക്കാരുകൾക്ക് കൊടുക്കണമെന്നുള്ള ആവശ്യമാണ് കേരളത്തിൽ നിന്ന് ഉയരുന്നത്. എന്തായാലും സാധാരണക്കാരെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള അവർക്ക് ഉപകാരപ്രദമാകുന്ന ഒരു നീക്കമാണ് കേന്ദ്ര സർക്കാരിന് ഉണ്ടായിരിക്കുന്നത്. അതേസമയം തന്നെ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ചെറിയ നഷ്ടങ്ങൾ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. എന്തായാലും ജനോപകാരപ്രദമായിട്ടുള്ള ജനപ്രീതി കേന്ദ്ര സർക്കാരിന് നേടിക്കൊടുക്കുന്ന ഒരു തീരുമാനത്തിലേക്കാണ് കേന്ദ്ര സർക്കാർ എത്തിയിരിക്കുന്നത്. നിത്യോപയോഗ സാധനങ്ങളുടെ എല്ലാം വില കുറയുകയാണ്. ഒട്ടുമിക്ക സാധനങ്ങൾക്കും GST 5% അല്ലെങ്കിൽ GST ഇല്ലാത്ത സാധനങ്ങളായി മാറുകയും ചെയ്യും, 0% താഴുകയും ചെയ്യും. അങ്ങനെ 90% നിത്യോപയോഗ സാധനങ്ങൾക്കും വില കുറയുന്നു എന്നതാണ് ഇന്നു മുതലുള്ള പ്രത്യേകത. അതേസമയം പുതുക്കിയ GST നിരക്കുകൾ പ്രാബല്യത്തിൽ വന്നതിനെ തുടർന്ന് സ്വദേശി വൽക്കരണ സന്ദേശം നൽകിയിരിക്കുകയാണ് പ്രധാനമന്ത്രി. അരുണാചൽ പ്രദേശിൽ വ്യാപാരികളുമായി പ്രധാനമന്ത്രി സംസാരിച്ചു. GST बचत उत्सव की शुरुआत हुई है। त्योहारों के इस मौसम में जनता जनार्दन को ये डबल बोनांजा मिला है। और तीसरी वजह है, आज के इस पावन दिन अरुणाचल में विकास के ये ढेर सारे नए प्रोजेक्ट्स। GST പരിഷ്കരണം ചില്ലറ വിൽപ്പന മേഖലയിൽ പ്രതിഫലിക്കാൻ ദിവസങ്ങളെടുക്കും. എന്നാലും പരിഷ്കരണം നേട്ടമാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് വ്യാപാരികൾ. കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച GST പരിഷ്കാരങ്ങളുടെ ഗുണഫലങ്ങൾ ഈ പ്രാദേശിക തലത്തിലുള്ള റീറ്റെയിൽ കച്ചവടക്കാരിലേക്ക് എത്താൻ ഇനിയും സമയം എടുക്കുമെന്ന് തന്നെയാണ് കച്ചവടക്കാരുടെ പ്രതികരണങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. നമുക്ക് ലാഭം കുറയാണെങ്കിലും കൂടി നമുക്ക് ഒരു കാര്യം സന്തോഷിക്കാം, നമ്മളിപ്പം സാധനം വാങ്ങിക്കാൻ വരുന്ന ആളുകളെ കൈമൊന്നും ആ പ്രൊഡക്റ്റിന് അതിനേക്കാളും വില കുറച്ചിട്ട് അവർക്ക് കൊടുക്കാൻ കഴിയല്ലോ. പണ്ട് അവന്റെ സാമ്പത്തിക സ്ഥിതി കുറവുള്ളതിനെ കൊണ്ട് ഒരു സോപ്പ്, ഒരു പേസ്റ്റ് വാങ്ങിച്ചു കൊണ്ടുപോകുന്ന ആള് വില കുറച്ച് കുറയുമ്പോൾ ഈ നമ്പർ ഓഫ് സാധനങ്ങൾ കൂട്ടല്ലോ. അപ്പോൾ അതായത് ബജറ്റിൽ ചില കാര്യങ്ങൾ അങ്ങ് ചുരുക്കി പിടിക്കുന്നത് ഇച്ചിരൂടെ അയച്ചുവിടുമ്പോൾ കൺസ്യൂമേഴ്സിന് ലാഭം ഉണ്ടാവും, കൺസ്യൂമേഴ്സിന് നല്ല സന്തോഷം ഉണ്ടാവും.
കൺസ്യൂമേഴ്സിന് സന്തോഷം ഉണ്ടാകുമ്പോൾ, അതായത് കസ്റ്റമേഴ്സിന് സന്തോഷം ഉണ്ടാകുമ്പോൾ നമുക്കും സന്തോഷം ഉണ്ടാവും. ചെറുകിട കച്ചവടക്കാർക്ക് കൂടുതൽ സാധനങ്ങൾ വിറ്റുപോകും, ആളുകൾ കൂടുതൽ വാങ്ങൽ ശേഷി ഉണ്ടാവും. പക്ഷേ ഈ വലിയ കമ്പനികളൊക്കെ പലപ്പോഴും ഈ ലക്ഷക്കണക്കിന് ആണ് അവരുടെ കൈവശം സ്റ്റോക്ക് ഇരിക്കുന്നത്. ആ സ്റ്റോക്കുകൾ ഈ ഓൺലൈൻ ബില്ലിംഗ് ഒക്കെ നടക്കുന്ന മാളുകൾ പോലെയുള്ള ഇടങ്ങളിലൂടെ വിറ്റഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഇപ്പോൾ എടുത്ത ഈ സ്റ്റെപ്പ് മൊത്തം വിപണിക്ക് ഉണർവ് നൽകുന്ന ഒരു നല്ല സ്റ്റെപ്പാണ് പ്രധാനമന്ത്രി എടുത്തതും. അതിന് നമ്മൾ ഈ രാജ്യത്തെ പ്രധാനമന്ത്രിക്ക് ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റും നന്ദി രേഖപ്പെടുത്തും. കാരണം പർച്ചേസിംഗ് പവർ ഓട്ടോമാറ്റിക്കലി അവരുടെ സേവിംഗ് കൂടുമ്പോൾ അത് അവരുടെ പർച്ചേസിംഗ് പവർ കൂടുമ്പോൾ അവർ കൂടുതൽ സാധനം വാങ്ങാനുള്ള കഴിവ് അവർക്കുണ്ടാവും, അല്ലെങ്കിൽ സേവിംഗ് കയ്യിൽ കൂടുതലുണ്ടാവും. അത് ബാങ്ക് ഡിപ്പോസിറ്റ്, പിന്നെ രാജ്യത്തിന്റെ ബെനിഫിറ്റ്. അപ്പോൾ മൊത്തത്തിൽ വിൻ വിൻ ആണ്. ഇറ്റ്സ് എ വണ്ടർഫുൾ ഡിസിഷൻ ദാറ്റ് ഗവൺമെന്റ് ഹാസ് ടേക്കൻ ആൻഡ് വി ആസ് എ പീപ്പിൾ അപ്രൂവ് ദിസ് വെരി. കോഴിക്കോട് പോലെയുള്ള മിഠായി തെരുവിലൊക്കെ ഏറ്റവും ശക്തമായി നിലനിൽക്കുന്നത് റീറ്റെയിൽ മേഖലയാണ്. താനും ഇക്കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമൊക്കെ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് ഉണ്ടാവുമെന്നാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊരു കറക്റ്റായിട്ടുള്ള ഒരു പിക്ചർ ആയിട്ടില്ല. എന്നാലും ഇങ്ങനെ ഉള്ളതിന് എന്താ പറയാ, ഒന്ന് ക്ലാരിഫിക്കേഷൻ ആയി വരുന്നേ ഉള്ളൂ. എന്തായാലും കച്ചവടത്തിന് മോശം ഉണ്ടാവാൻ സാധ്യതയില്ല. ഇല്ല മോശം ഉണ്ടാവാൻ സാധ്യതയില്ല. ഈവൻ കാർ മേടിക്കുന്നവരൊക്കെ CC ഒക്കെ ഉണ്ട് തോന്നുന്നു. 1.2, 1.6 അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ അതിന്റെ ഗുണങ്ങൾ ഉണ്ടാവും എന്തായാലും. പക്ഷെ ഫൈനലി കുറച്ച് ഗുണങ്ങൾ ഉണ്ടാവും എന്തായാലും. വീടുണ്ടാക്കുന്ന ഒരാൾക്ക് ഗുണം ചെയ്യും. അതെ, എസ്റ്റിമേറ്റ് കുറയും, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കുറയും. പക്ഷെ അറിയില്ല ഇനി എന്താണ്, ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോന്ന് നമുക്കറിയില്ല. അത് കുറച്ചുകൂടി കഴിഞ്ഞാലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്തായാലും ചില്ലറ വിൽപ്പനക്കാരിലേക്ക് GST പരിഷ്കാരത്തിന്റെ ഫലങ്ങൾ എത്താൻ വൈകും. പക്ഷേ മൊത്തത്തിലുള്ള വാങ്ങൽ ശേഷി കൂടും, കൂടുതൽ സാധന സാമഗ്രികൾ ആളുകൾ വാങ്ങിക്കൂട്ടും എന്നതാണ് അനുകൂല ഘടകമായി കച്ചവടക്കാർ വിലയിരുത്തുന്നത്. GST നിരക്കുകൾ മാറ്റിയതോടെ കൂടുതൽ ബാധിക്കപ്പെട്ട ഒരു മേഖലയാണ് ലോട്ടറി. ലോട്ടറിയുടെ നികുതി 28% നിന്നാണ് 40%ആയി കൂടിയത്. ലോട്ടറി വില കൂട്ടാതെ തന്നെ സമ്മാനത്തുകയിൽ മാറ്റം വരുത്താനാണ് സർക്കാരിന്റെ തീരുമാനം. ലോട്ടറിയുടെ നികുതി ഉയരുന്നതാണ് സംസ്ഥാനത്തെ ആശങ്കയില്ല. നമുക്കറിയാം, സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ധനാഗമ മാർഗങ്ങളിലൊന്നാണ് ലോട്ടറി വിൽപ്പന. അത് ലോട്ടറി വിൽപ്പന എങ്ങനെ ബാധിക്കുമെന്ന ആശങ്കയാണ് പൊതുവിലുള്ളത്. നേരത്തെ ഈ GST നിരക്ക് വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ലോട്ടറി വ്യാപാരികളും ഒക്കെ വലിയ കച്ചവടക്കാരുമൊക്കെ വലിയ സംശയങ്ങളും ആശങ്കയുമായി സർക്കാരിനെ സമീപിച്ചിരുന്നു. അതിനൊടുവിലാണ് ഇത്തരത്തിൽ ലോട്ടറിയുടെ വില വർദ്ധിപ്പിക്കാതെ പിടിച്ചു നിൽക്കാൻ കഴിയുമോ എന്ന സാധ്യതകൾ സർക്കാർ പരിശോധിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ സർക്കാർ അത്തരമൊരു തീരുമാനം എടുത്തത്. ലോട്ടറിയുടെ വില വർദ്ധിപ്പിക്കാതെ തന്നെ മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ സർക്കാരിന്റെ തീരുമാനം. അത്ര എളുപ്പം ലോട്ടറിയുടെ വില കൂട്ടാൻ സർക്കാരിന് കഴിയുകയുമില്ല. കാരണം മാസങ്ങൾക്ക് മുമ്പാണ് ലോട്ടറി വില വർദ്ധിപ്പിച്ചത്. അതുകൊണ്ട് വീണ്ടും അത്തരത്തിൽ വർദ്ധിപ്പിച്ചാൽ കച്ചവടം കുറയുമെന്ന ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ മെയിലാണ് 40 നിന്ന് 50 രൂപയിലേക്ക് 10 രൂപ ലോട്ടറിയുടെ ടിക്കറ്റ് വില വർദ്ധിപ്പിച്ചത്. വീണ്ടും വർദ്ധിപ്പിക്കുന്നത് വിൽപ്പനയെ സാരമായി ബാധിക്കുമെന്ന് തന്നെയാണ് ആശങ്ക. അതുകൊണ്ടാണ് വില വർദ്ധിപ്പിക്കാതെ പിടിച്ചെടുക്കാൻ സർക്കാർ ശ്രമിക്കുന്നത്. ഈ ഏജന്റ് കമ്മീഷൻ കുറച്ചും അതുപോലെ തന്നെ സമ്മാനങ്ങളുടെ എണ്ണത്തിൽ നേരിയ കുറവ് വരുത്തിയുമാകും ഈ പ്രതിസന്ധി മറികടക്കാൻ സർക്കാർ ശ്രമിക്കുന്നത്. ഇതിൽ 1 രൂപ കൂടിയാലും പ്രൈസ് കുറച്ചാലും എന്നെ പോലുള്ളവരെല്ലാം ആരും എടുക്കില്ല എന്നുള്ള തീരുമാനമാണ്. എന്ന് വെച്ചാൽ ഞങ്ങൾ 2000-3000 രൂപയ്ക്കൊക്കെ സെറ്റ് എടുക്കണം, സാധനം ടിക്കറ്റ് എടുക്കുക. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഇതിൽ 1 രൂപ കൂട്ടിയാൽ ഇപ്പൊ തന്നെ 5000 പ്രൈസ് കൂട്ടില്ല എന്ന് പറയുന്നു. ഏജന്റുമാരുടെ കമ്മീഷൻ സമ്മാനത്തിന്റെ എണ്ണം സമ്മാനത്തിന്റെ എണ്ണം കുറച്ചാലും എടുക്കില്ല ആരും. എന്ന് വെച്ചാൽ 5000 ഇപ്പൊ 18 പ്രൈസ് ഉണ്ട്. അതൊക്കെ 25 ആക്കേണ്ട സമയം കഴിഞ്ഞു. എന്നിട്ടും 5 ടിക്കറ്റ് എടുക്കണവർ ഇപ്പൊ 2 എടുക്കണം. ഇത്ര ഒരു പ്രതിസന്ധി തന്നെയാണുള്ളത്. ലോട്ടറിയുടെ വില കൂട്ടിയില്ലെങ്കിൽ പോലും സമ്മാന ഘടനയിൽ മാറ്റം വരുത്തുമ്പോൾ സമ്മാനങ്ങളുടെ എണ്ണം താൽക്കാലികമായിട്ട് ഇപ്പോൾ സർക്കാർ തിരുവോണം മെമ്പറൊക്കെ വലിയ രീതിയിൽ വിറ്റുപോകുന്ന സമയമാണ്. അതുകൊണ്ടാണ് ഒരുപക്ഷെ ആ രീതി സർക്കാർ വില കൂട്ടാതെ നോക്കുന്നത്. ഒരുപക്ഷെ ഇത് കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ വില കൂട്ടാൻ സർക്കാർ ശ്രമിച്ചേക്കാം. അല്ലാതെ പിടിച്ചെടുക്കുക എത്രത്തോളം എളുപ്പമെന്ന കാര്യത്തിലാണ് ആ സംശയം സർക്കാർ തന്നെയുള്ളത്. ഏതായാലും നിലവിൽ ലോട്ടറിയുടെ വില കൂട്ടില്ല. ഈ കമ്മീഷൻ, ഏജന്റ് കമ്മീഷനും അതുപോലെ തന്നെ ഈ സമ്മാന ഘടനയിലും എണ്ണത്തിലും ചെറിയ മാറ്റം വരുത്തിയാണ് പ്രതിസന്ധി മറികടക്കാൻ സർക്കാർ ശ്രമിക്കുന്നത്. പന്തളത്ത് ശബരിമല സംരക്ഷണ സംഗമം. സർക്കാരിന്റെ അയ്യപ്പ സംഗമത്തിന് ബദലായി അയ്യപ്പ ഭക്ത സംഗമം നടത്തി കരുത്ത് തെളിയിക്കാനായതിന്റെ ആത്മവിശ്വാസത്തിലാണ് സംഘപരിവാർ സംഘടനകൾ. രാവിലെ മുതൽ നടന്ന സെമിനാറുകളിൽ വലിയ ജനപങ്കാളിത്തമായിരുന്നു. വൈകുന്നേരം നടക്കുന്ന സംഗമം തമിഴ്നാട് BJP മുൻ അധ്യക്ഷൻ K. അണ്ണാമലൈ ഉദ്ഘാടനം ചെയ്യും. സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ നേതാക്കൾ വിമർശനം ഉന്നയിക്കുകയാണ്. അധർമ്മത്തിനും അസത്യത്തിനുമെതിരെ സന്ധിയില്ലാത്ത പോരാട്ടം നടത്തിയ ഒരു വലിയ ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച ഒരു പടനായകനാണ് അയ്യപ്പൻ. അതുകൊണ്ട് ഈ കാലത്ത് വളരെയേറെ അയ്യപ്പധർമ്മത്തിന് പ്രസക്തിയുണ്ട്, പ്രാധാന്യമുണ്ട്. കാരണം ഇപ്പോൾ ശബരിമലയ്ക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം തന്നെ
ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയിട്ടുള്ളതാണ്. ശബരിമല ഒരു ഹിന്ദു ക്ഷേത്രമാണ്. അത് ഇപ്പോൾ പറയുന്ന മതാതീതമായിട്ടുള്ള മതേതരമായിട്ടുള്ള ഒരു കേന്ദ്രമാണെന്ന് മുഖ്യമന്ത്രി പറയുകയാണ്. ഇതൊരു പുതിയ വ്യാഖ്യാനമാണ്. അവിടുത്തെ എല്ലാ ആരാധനയും ആചാരവും വിശ്വാസവും എല്ലാം തന്നെ ഹൈന്ദവമാണ്. ഒരു തന്ത്രശാസ്ത്ര വിധി പ്രകാരമാണ് അവിടുത്തെ പൂജകളെല്ലാം നടക്കുന്നത്. അപ്പോൾ അതിലെങ്ങനെ മതേതര കേന്ദ്രമാകും? അതുകൊണ്ട് തന്നെ ഭക്തജനങ്ങൾക്ക്, വിശ്വാസികൾക്ക് ക്ഷേത്രഭരണം വിട്ടുകൊടുക്കണം എന്നുള്ള ആശയം വളരെ വർഷക്കാലമായിട്ട്. അന്ന് അയ്യപ്പ ഭക്തന്മാരെ പീഡിപ്പിച്ചുകൊണ്ടാണെങ്കിൽ, ഇന്ന് അയ്യപ്പ ഭക്തന്മാരെ നക്കിക്കൊല്ലുകൊണ്ടാണെങ്കിലും ഏത് രൂപത്തിലാണ് നശിപ്പിക്കാൻ നമുക്ക് പറയാറില്ല. അപ്പൊ അതുകൊണ്ട് ശബരിമല കേരളത്തിന്റെ പുണ്യമാണ്. ശബരിമല സംരക്ഷിച്ചേ മതിയാകുള്ളൂ. വിശ്വാസം സംരക്ഷിച്ചുകൊണ്ടുള്ള വികസനമേ ശബരിമലയിൽ വേണ്ടൂ. വികസനം വേണം. അയ്യപ്പ ഭക്തർക്ക് ഇപ്പൊ കഴിഞ്ഞ ദിവസം പമ്പയിലെത്തിയ മഹാരഥന്മാർക്ക് ഒരുക്കിയ പഞ്ചനക്ഷത്ര സൗകര്യങ്ങളൊന്നും വേണ്ട. പക്ഷെ അത്യാവശ്യം കുടിവെള്ളത്തിനുള്ള സൗകര്യം, മലമൂത്ര വിസർജനത്തിന് അത്തരം സൗകര്യങ്ങൾ വിരിവെക്കാനുള്ള സൗകര്യം. അപ്പൊ ആ പ്രകൃതിക്കോ അല്ലെങ്കിൽ ജീവജാലങ്ങൾക്കോ കേടുപറ്റാതെ എന്നാൽ ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത വിധത്തിലുള്ള വികസനം വേണം. വിശ്വാസത്തിൽ അധിഷ്ഠിതമായ വികസനം വേണം. കേരളത്തിലെ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട ആചാര കാര്യങ്ങളിൽ കൂടുതൽ പ്രാധാന്യം വഹിക്കുന്നവര്, സമുദായ സംഘടനാ നേതൃത്വം, വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ, ഇവർ കൂടിയിരുന്ന് ചിന്തിച്ചുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. ഈ 3 കാര്യം: വിശ്വാസം, വികസനം, സുരക്ഷ. മണികണ്ഠസ്വാമിയുടെ പാദസ്പർശമേറ്റ പുണ്യമായ പ്രദേശമാണ് ഈ പന്തളം. ശബരിമലയിലെ ആചാരാനുഷ്ഠാന സംരക്ഷണത്തിന് വേണ്ടി ആദ്യമായി ഭക്തജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങാൻ ഇടയായ ഒരു സ്ഥലവും പന്തളം തന്നെയാണ്. കഴിഞ്ഞ ദിവസം സർക്കാർ അവിടെ ചില വികസന പരിപാടികളെപ്പറ്റി ആലോചിക്കാൻ സ്പോൺസേർഡായിട്ടുള്ള മുതലാളിമാരുടെ ഒരു സംഗമം നടത്തി. ഞങ്ങൾ അതിനെതിരല്ല, അതിന് ബദലായിട്ടുമല്ല. ഇവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നത് ചില വിശ്വാസത്തിൽ അധിഷ്ഠിതമായ വികസനമാണ് ശബരിമലയിൽ ആവശ്യം എന്നുള്ള തിരിച്ചറിവോടുകൂടിയാണ് ഇന്നേ തീയതിയിൽ ഇവിടെ ഈ സംഗമം നടത്തുന്നത്. പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളൊക്കെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. നമ്മൾ 3 വിഷയങ്ങളാണ്: ശബരിമലയിലെ ആചാരാനുഷ്ഠാനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ശബരിമലയുടെ വികസനം, ശബരിമലയുടെ സുരക്ഷ. ഈ 3 കാര്യങ്ങൾക്ക് പ്രാമുഖ്യം നൽകിക്കൊണ്ടുള്ള ഒരു സെമിനാറുകളാണ് ഇവിടെ നടപ്പാക്കുന്നത്. എന്തായാലും ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമാകുന്നതായിരുന്നു അയ്യപ്പ സംരക്ഷണ സംഗമം എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. രാവിലെ ഏതാണ്ട് 10 മണിക്ക് തന്നെ പരിപാടികൾ തുടങ്ങുന്നു. വിവിധ സെമിനാറുകൾ നടന്നു, വിവിധ വിഷയങ്ങളിൽ വിഷയാവതരണങ്ങൾ നടന്നു. ശബരിമല ദർശനരേഖ SJR കുമാർ, ശബരിമല കർമ്മ സമിതിയുടെ അധ്യക്ഷൻ, അവതരിപ്പിക്കുകയും ചെയ്തു. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായി നിന്നത്, ഇതിൽ രാഷ്ട്രീയമില്ല എന്ന് ആവർത്തിച്ച് പറയുകയാണ്. ഇതൊരു ബദൽ സംഗമമില്ല എന്ന് സംഘപരിവാർ നേതാക്കൾ എല്ലാവരും ആവർത്തിച്ച് പറയുന്നുണ്ട്. പക്ഷേ ഇതൊരു രാഷ്ട്രീയ മറുപടിയായി കൂടി മാറുന്നു എന്നുള്ളതാണ്. ശബരിമലയിലെ അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട പല വാർത്തകളിലും പ്രചരിച്ചത് ആളില്ലായിരുന്നു, ആളൊഴിഞ്ഞ കസേരകൾ, മുഖ്യമന്ത്രിയുടെ പ്രസംഗ ശേഷം ആളുണ്ടായിരുന്നില്ല എന്നൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു. പക്ഷേ ഇവിടെ രാവിലെ മുതൽ തന്നെ വലിയ ജനത്തിരക്ക് അനുഭവപ്പെട്ടു. ഈ ഹാളിന് പുറത്ത് വലിയ എന്താ പറയുക, കയറാൻ തന്നെ കഴിയാത്ത നിലയിലേക്ക് ആൾത്തിരക്ക് അനുഭവപ്പെട്ടു എന്നുള്ളതാണ്. എന്തായാലും വൈകുന്നേരം നടക്കുന്ന സമ്മേളനത്തിലും 3 മണിക്കാണ് സമ്മേളനം നടക്കുക. അത് കൈപ്പുഴ കൊട്ടാരത്തിന് സമീപമാണ് സമ്മേളനം. ആ സമ്മേളനത്തിലും വലിയ ജനപങ്കാളിത്തം ഉണ്ടാകും എന്നാണ് സംഘാടകർ ചൂണ്ടിക്കാണിക്കുന്നത്. പ്രത്യേകം ക്ഷണിച്ച ആളിനെ കൊണ്ടുവരിക എന്നുള്ളത് മാത്രമല്ല, അല്ലാതെ തന്നെ ആളുകളെ എത്തുന്നു എന്നുള്ളതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. രാവിലത്തെ നടന്ന സംഗമത്തിലും ഈ വേദിയിലും സദസ്സിലും പുറത്തുമൊക്കെ കണ്ട ആൾക്കൂട്ടത്തെ സാക്ഷ്യപ്പെടുത്തി കൂടിയാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന്, തമിഴ്നാട് അടക്കമുള്ള സമീപ സംസ്ഥാനങ്ങളിൽ നിന്ന് അയ്യപ്പ ഭക്തരായിട്ടുള്ള ആളുകൾ കൂടി എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഈ സംഗമത്തെ ശ്രദ്ധേയമാക്കുന്നത്. എന്തായാലും വൈകുന്നേരത്തെ സംഗമം അതൊരു വലിയ ശക്തിപ്രകടനം ആയി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. തമിഴ്നാട് BJPയുടെ മുൻ അധ്യക്ഷൻ അണ്ണാമലൈ, ഒപ്പം തന്നെ യുവമോർച്ചയുടെ ദേശീയ അധ്യക്ഷൻ തേജസ്വി സൂര്യ ഉൾപ്പെടെയുള്ള നിരവധി നേതാക്കൾ പങ്കെടുക്കുന്നു. ഇവിടുത്തെ സമ്മേളനത്തിലാണെങ്കിലും ശ്രീലങ്കയുടെ ഒരു മുൻ മന്ത്രി ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്ന സാഹചര്യം. അങ്ങനെ ഭക്തരായിട്ടുള്ള നിരവധി ആളുകളെ എത്തിച്ച് ഈ രാവിലത്തെ സംഗമം തന്നെ, സെമിനാർ തന്നെ വിജയിപ്പിക്കാൻ കഴിഞ്ഞതിന്റെ ഒരു ആത്മവിശ്വാസത്തിലാണ് ശബരിമല കർമ്മ സമിതി അടക്കമുള്ള സംഘാടകർ. യഥാർത്ഥ ഭക്തരുടെ സംഗമമാണ് നടക്കുന്നതെന്ന് പന്തളം കൊട്ടാരം നിർവാഹക സമിതി അംഗമായ PN നാരായണവർമ്മ ന്യൂസ് 18നോട് പറഞ്ഞു. 10,000-ൽ അധികം ആളുകൾ പങ്കെടുക്കുന്ന സംഗമത്തെ ബദൽ സംഗമമായി കാണേണ്ടതില്ലെന്നും നാരായണവർമ്മ പറഞ്ഞു. ഇത് യഥാർത്ഥ ഭക്തരുടെ സംഗമമാണ്. ശബരിമലയിലെ ഭഗവാനെ സ്നേഹിക്കുന്ന, ഭഗവാന്റെ എല്ലാം വിശ്വാസങ്ങൾ അടിയുറച്ച് മുന്നോട്ട് പോകാൻ വ്രതമെടുത്ത ഭക്തരുടെ സംഗമമാണ് ഇവിടെ. വിശ്വാസത്തോടൊപ്പം വികസനം, അതാണ് ഇതിന്റെ ഈ പ്രാധാന്യമുള്ളത്. അതിനെക്കുറിച്ചുള്ള സെമിനാറുകളുണ്ട്. അതിൽ വരുന്ന രൂപരേഖകൾ തീർച്ചയായും ചർച്ച ചെയ്ത് അതിന് വേണ്ടതായ രീതിയിൽ നമ്മൾ ഭക്തജന സമൂഹത്തോടും അതുപോലെ ബന്ധപ്പെട്ടവർക്കും അത് നൽകുന്നതാണ്.
സർക്കാരിന്റെ ആഗോള അയ്യപ്പ സംഗമത്തിന് UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ആശംസാ സന്ദേശം എങ്ങനെ വന്നുവെന്ന് പരിശോധിക്കുമെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. പമ്പയിൽ സർക്കാർ നടത്തിയ സംഗമത്തിന് അയ്യപ്പൻ വിളക്കിന്റെ ആളുപോലും ഉണ്ടായിരുന്നില്ലെന്നും കൃഷ്ണദാസ് വിമർശിച്ചു. യോഗിയുടെ സാധാരണ മുഖ്യമന്ത്രിമാരെ ക്ഷണിക്കാറുണ്ട്. ഇനി അദ്ദേഹത്തിന്റെ ഓഫീസാണോ ഈ സന്ദേശം കൊടുത്തതിൽ ഞങ്ങൾ അതിനെക്കുറിച്ച് പരിശോധിക്കുന്നുണ്ട്. ഞങ്ങൾ അതിനെക്കുറിച്ച് ആധികാരികമായ അഭിപ്രായം ഞങ്ങൾ പിന്നീട് വ്യക്തമാക്കുന്നതാണ്. ആഗോള അയ്യപ്പ സംഗമ വേദിയിൽ നമ്മുടെ ദേവസ്വം മന്ത്രി വായിച്ച പ്രധാനപ്പെട്ട കത്തുകളിലൊന്ന് അത് യോഗി ആദിത്യനാഥിൻ്റെതായിരുന്നു. അത് വലിയ രാഷ്ട്രീയ പ്രചരണ വിഷയമാക്കി CPM പിന്നീട് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. കാരണം എല്ലാ സംഘപരിവാർ സംഘടനകളും എതിർക്കുന്ന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ബഹിഷ്കരിച്ച ഒരു ചടങ്ങിൽ യോഗിയെ പോലെ സംഘപരിവാറിന്റെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവിന്റെ മുഖ്യമന്ത്രിയുടെ കത്ത് ആ തരത്തിൽ എത്തുക, ആശംസ കത്തെത്തുക എന്ന് പറയുന്നത് വലിയ കാര്യമായി പ്രദർശിപ്പിക്കുകയും അത് ദേവസ്വം മന്ത്രി വായിക്കുകയും ചെയ്തു. അത് BJP കേന്ദ്രങ്ങളിൽ പോലും ഒരുപക്ഷെ അമ്പരപ്പ് ഉണ്ടാക്കിയിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ ഇവിടെ ഈ അയ്യപ്പ സംഗമത്തിനും യോഗിയുടെ ആശംസയുണ്ട് എങ്കിൽ പോലും സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് ഇടതുപക്ഷ ബന്ധപ്പെട്ട ദേവസ്വം ബോർഡ് സംഘടിപ്പിക്കുന്ന ഒരു ചടങ്ങിൽ അതിന് ആശംസ യോഗി അർപ്പിക്കുക എന്നുള്ളത് വലിയ തരത്തിലാണ് ഒരു കൗതുകമായി രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ചർച്ച ചെയ്തതും മറ്റും. അതിനുള്ള അതൃപ്തി പല BJP കേന്ദ്രങ്ങളും മുന്നോട്ട് വെക്കുകയും മറ്റും ചെയ്തു. അതാണ് ഇപ്പോൾ അന്വേഷിക്കുമെന്നും എവിടെയാണ് പിഴവ് സംഭവിച്ചത് എന്നുള്ളത് പരിശോധിക്കുമെന്ന് ഇപ്പോൾ ശ്രീ PK കൃഷ്ണദാസ് പറഞ്ഞു വെക്കുന്നത്. ഏതായാലും BJPക്കെതിരെ അവർ ആ സംഗമവേദിയിൽ ഉന്നയിച്ച ഒരു ആയുധം അത് വളരെ കൃത്യമായി തന്നെ ഇതായിരുന്നു. അത് സംഘപരിവാർ കേന്ദ്രങ്ങളെ അമ്പരിപ്പിച്ച പശ്ചാത്തലമൊക്കെ നമുക്കറിയാം. ഇപ്പോൾ മറ്റൊരു വിശദീകരണം വരുന്നത് മുഖ്യമന്ത്രിമാർക്ക് പലപ്പോഴും പരസ്പരം മുഖ്യമന്ത്രിമാർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ എല്ലാത്തിനും കൃത്യമായ മറുപടി നൽകാറുണ്ട്. അതിപ്പോൾ രാഷ്ട്രീയമായി അല്ല, അതൊരു ഔദ്യോഗികമായ കാര്യമാണ്. അതായത് മുഖ്യമന്ത്രി കത്ത് ചെല്ലുമ്പോൾ സ്വാഭാവികമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒരു മറുപടി നൽകും അല്ലെങ്കിൽ ഒരു ആശംസ നൽകും. അതെല്ലാ സ്ഥലങ്ങളിലും അതുള്ള സംഭവിക്കുന്നതാണ്. അതിന് മറ്റ് രാഷ്ട്രീയ മാനങ്ങൾ കാണണ്ട എന്ന് പറയുമ്പോഴും അത് ഇടതുപക്ഷ ഹാൻഡിലുകൾ വലിയ ആയുധമാക്കി മാറ്റിയിട്ടുണ്ട്. നമുക്കറിയാം, അന്ന് തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു വെച്ചത് സംഘപരിവാറും CPM-ഉം തമ്മിലുള്ള അന്തർധാരയുടെ ഭാഗമായാണ് ഈ കത്ത് ഉണ്ടായത് എന്നുള്ളതാണ്. അതും ഈ പറഞ്ഞതുപോലെ BJP അടക്കം പ്രതിരോധത്തിലാക്കിയ ഒരു പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. അങ്ങനെ ഏതായാലും അത് ആ വിഷയത്തിൽ ഒരു പരിശോധന ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ BJP കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നത്. PK കൃഷ്ണദാസ് വ്യക്തമാക്കുന്നത് അവിടെ ഒരു പിഴവ് സംഭവിച്ചു എന്നുള്ളതല്ല, ഇത്തരത്തിലൊരു പരിപാടിയായിട്ട് കൂടി യോഗിയുടെ ഓഫീസ് അല്ലെങ്കിൽ യോഗി അറിഞ്ഞാണോ ഈ കത്ത് നൽകിയത് എന്നുള്ളതാണ്. അത് വ്യാജകത്താണ് എന്നുള്ള തരത്തിലുള്ള ആശങ്ക പോലും, അത്തരത്തിലുള്ള ഒരു കാര്യം പോലും ശ്രീ PK കൃഷ്ണദാസ് പറയുകയുണ്ടായി നമ്മളോട് സംസാരിച്ചപ്പോൾ. അത് യഥാർത്ഥ കത്താണോ എന്ന് പരിശോധിക്കണം എന്നുള്ളത്. പക്ഷേ യഥാർത്ഥ കത്താണ്, അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഈ ഒരു സംഭവത്തിൽ ഒരു അന്വേഷണം അല്ലെങ്കിൽ അത്തരത്തിലൊരു പരിശോധന BJPയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. ഒരുപക്ഷെ BJPയുടെ സംസ്ഥാന അധ്യക്ഷനൊക്കെ ഇക്കാര്യത്തിൽ വിശദീകരിക്കേണ്ടതുണ്ട്. അതൊക്കെ വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും മണിക്കൂറുകളിൽ സംഭവിച്ചേക്കാമെന്നാണ് മനസ്സിലാക്കേണ്ടത്. നമുക്ക് മനസ്സിലാക്കേണ്ടത് BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കളുടെയൊക്കെ സാന്നിധ്യം ഇവിടെയുണ്ട്. BJP നേതാവ് PK കൃഷ്ണദാസ് ഉണ്ട്, അതുപോലെ തന്നെ സന്ദീപ് ബജസ്പതി ഉണ്ട്, ഇവിടുത്തെ സൗത്ത് സോൺ പ്രസിഡന്റ്, ആലപ്പുഴയുടെ പ്രസിഡന്റ് ഉണ്ട്. അങ്ങനെ നിരവധി BJP നേതാക്കളുടെ സാന്നിധ്യം കൂടിയുണ്ട്. അങ്ങനെ BJPയുടെ സാന്നിധ്യം കൂടി വരുമ്പോഴേക്കും, BJP പ്രവർത്തകരുടെ സാന്നിധ്യം കൂടി വരുമ്പോഴേക്കും പൂർണ്ണമായും ഇത് അന്നത്തെ അയ്യപ്പ സംഗമത്തിന് ഒരു ബദലായി മാറുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. അന്ന് ആളില്ല കസേരകൾ എന്ന് കൊട്ടിഘോഷിച്ചിരുന്ന സംഘപരിവാർ ഹാൻഡിലുകൾ അവർക്ക് വളരെ കൃത്യമായി കൊടുക്കുന്ന മറുപടിയായി കൂടി ഈ സമ്മേളനത്തിലെ ആൾക്കൂട്ടം വരും മണിക്കൂറുകളിൽ വരും ദിവസങ്ങളിൽ മാറുമെന്ന കാര്യത്തിലും സംശയമില്ല. മറ്റൊരു വാർത്തയിലേക്ക്. തിരുവനന്തപുരത്തെ BJP കൗൺസിലർ തിരുമല അനിലിന്റെ ആത്മഹത്യാക്കുറിപ്പ് പുറത്തു വന്നതോടെ രാഷ്ട്രീയ വിവാദം ചൂടുപിടിക്കുകയാണ്. നമ്മുടെ ആളുകളെ സഹായിച്ചെങ്കിലും പണം തിരിച്ചടയ്ക്കാത്തത് പ്രതിസന്ധി ഉണ്ടാക്കിയതായി കത്തിൽ പറയുന്നുണ്ട്. കത്തിലെ പരാമർശം CPM ആയുധമാക്കുമ്പോൾ CPM-ഉം പോലീസുമാണ് അനിലിനെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടതെന്ന ആരോപണവുമായി BJP-യും രംഗത്തെത്തിയിട്ടുണ്ട്. തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് BJP മാർച്ചും നടത്തി. BJP നേതാക്കളുടെ ഭരണസമിതി നേതൃത്വം നൽകുന്ന സഹകരണ സംഘത്തിലെ സാമ്പത്തിക ക്രമക്കേടുകളുടെ ഭാഗമായാണ് അനിലിന് വലിയ മാനസിക സമ്മർദ്ദം ഉണ്ടായതെന്ന് വ്യക്തമാക്കുന്ന കത്താണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ സഹകരണ സംഘത്തിൽ കോടിക്കണക്കിന് രൂപ പിരിഞ്ഞു കിട്ടാനുണ്ട്. അതിൽ ഒരു ഭാഗം പ്രധാനമായും CPM ആരോപിക്കുന്നത് BJP RSS നേതാക്കൾ പറഞ്ഞതുകൊണ്ട് അവരുടെ നിർദ്ദേശപ്രകാരം നിരവധി ആളുകൾ വായ്പ എടുത്തിരുന്നു. അതൊന്നും തിരിച്ചടയ്ക്കാത്തതാണ് അനിലിനെ സമ്മർദ്ദത്തിലാക്കിയതും ആത്മഹത്യയിലേക്ക് തള്ളിയിട്ടതുമാണ് CPM-ന്റെ ആരോപണം. അത് ഏറെക്കുറെ ശരിവയ്ക്കുന്ന പരാമർശങ്ങൾ ഈ അനിലിന്റെ ആത്മഹത്യാ കുറിപ്പിലുണ്ട്. പുറത്തു വന്ന ആത്മഹത്യാ കുറിപ്പിലുണ്ട്. ആവശ്യത്തിലധികം സമയം പലർക്കും നൽകിയിട്ടുണ്ട്. FTI-യുള്ള ആളുകൾ നിരന്തരം ഓഫീസിൽ വന്ന് സമ്മർദ്ദമുണ്ടാക്കുന്നു. നമ്മുടെ ആൾക്കാരെ സഹായിച്ചു, മറ്റ് നടപടികൾ കൊണ്ടൊന്നും
ഒന്നും ചെയ്യാതെ സമയം നീട്ടിക്കൊണ്ടു പോകുന്നു. പല അവധി പറഞ്ഞ് തിരിച്ചടവിൽ കാലതാമസം ഉണ്ടാക്കുന്നു. ഞാനോ സഹകരണ സംഘത്തിലെ മറ്റുള്ള ഭരണസമിതി അംഗങ്ങളോ ഇതിൽ ഒരു രൂപ പോലും ക്രമക്കേട് നടത്തിയിട്ടില്ല. പക്ഷേ ഈ സഹായിച്ച ആളുകൾ പലരും പണം തിരിച്ചടയ്ക്കാത്തതാണ് ഇതുമായി ബന്ധപ്പെട്ട മാനസിക സമ്മർദ്ദമാണ് തൻ്റെ മരണത്തിന് കാരണമെന്ന് അനിലിൻ്റെ ഈ ആത്മഹത്യാ കുറിപ്പിലുണ്ട്. പാർട്ടി നേതാക്കൾ ഇത് പരിശോധിക്കണമെന്നും അനിൽ പറയുന്നുണ്ട്. എന്നാൽ പാർട്ടിയെ ഏത് തരത്തിൽ നേരിട്ട് BJPയെ പേര് പറഞ്ഞുകൊണ്ടുള്ള കുറ്റപ്പെടുത്തലൊന്നും ഈ ആത്മഹത്യാ കുറിപ്പില്ല. പക്ഷേ പാർട്ടി നമ്മുടെ ആളുകൾക്ക് സാമ്പത്തിക സഹായം നൽകി, അത് പണം നൽകി, അത് തിരിച്ചടച്ചില്ല എന്നൊരു പരാമർശമാണ് പ്രധാനമായും കത്തിലുള്ളത്. ഇതാണ് CPM ആയുധമാക്കുന്നത്. അനിലിൻ്റെ മരണത്തിന് പിന്നിൽ BJP RSS നേതാക്കൾ തന്നെയാണ്. അവരാണ് അനിലിനെ സഹായിക്കാതെ ഇങ്ങനെ സമ്മർദ്ദത്തിലാക്കിയെന്ന വിമർശനമാണ് CPM ഉന്നയിക്കുന്നത്. എന്നാൽ BJP ആകട്ടെ പോലീസും CPMുമാണ് അനിലിൻ്റെ മരണത്തിന് ഉത്തരവാദികൾ എന്ന ആരോപണമാണ് ഉയർത്തുന്നത്. അങ്ങനെ ഒരു സമ്മർദ്ദം ഉള്ളതുകൊണ്ടാണ് അനിലിന് ആത്മഹത്യ ചെയ്യേണ്ടി വന്നതെന്ന വാദമാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഉയർത്തുന്നത്. ഇന്ന് ഇതിൽ പോലീസ് നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് BJP നേതാക്കൾ, BJP പ്രവർത്തകർ തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുകയും ചെയ്തു. എന്നാൽ പൂർണ്ണമായും BJP പ്രവർത്തകരും BJP നേതാക്കളും RSS നേതാക്കളുമാണ് അനിലിൻ്റെ ആത്മഹത്യയിലേക്ക് നയിക്കാനുള്ള കാരണങ്ങൾക്ക്, അല്ലെങ്കിൽ അവരാണ് കാരണക്കാർ എന്നാണ് CPMന്റെ ആരോപണം. ഇത് വലിയ രാഷ്ട്രീയവാദമായി കൂടി, പ്രത്യേകിച്ചും തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ തിരുവനന്തപുരം നഗരസഭ ഭരണം നിലനിർത്താനും പിടിക്കാനുള്ള പോരാട്ടങ്ങളുടെ ഭാഗമായി കൂടി ഇത് മാറുകയാണ്. അനിലിനെ പോലെ പ്രധാനപ്പെട്ട ഒരു നേതാവിൻ്റെ മരണം BJPക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയത്. അത് രാഷ്ട്രീയമായി മുതലെടുക്കാൻ CPM ശ്രമിക്കുമ്പോൾ CPMമാണ് പ്രതിസ്ഥാനത്ത് എന്ന ആരോപണവുമായാണ് BJP ഇപ്പോൾ രംഗത്ത് വരുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലർ തിരുമല അനിലിനെ ആത്മഹത്യയിലേക്ക് നയിച്ച സാഹചര്യം പുറത്തു കൊണ്ടുവരണമെന്ന് BJP നേതാവ് V മുരളീധരൻ. പോലീസ് വസ്തുനിഷ്ഠമായ അന്വേഷണം നടത്തണം. ആത്മഹത്യാക്കുറിപ്പിലെ BJPക്കെതിരായ പരാമർശം ക്യാപ്സ്യൂളായി AKG സെന്ററിൽ നിന്ന് കിട്ടിയതാണോ? വായ്പ നൽകിയ ആളുകളോടുള്ള ബന്ധത്തെ സൂചിപ്പിച്ചാണ് കത്തിലെ പരാമർശമെന്നും V മുരളീധരൻ പറഞ്ഞു. ആ പരാമർശമാണ് വലിയ വാർത്തയാകുന്നതെന്നും മുരളീധരൻ വിമർശിച്ചു. അനിലിനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തെ ആത്മഹത്യയിലേക്ക് നയിച്ച ഒരു സാഹചര്യം സൃഷ്ടിച്ചത് CPM നേതൃത്വവും തിരുവനന്തപുരത്തെ പോലീസും ചേർന്നാണ് എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള വിവരം. യൂത്ത് കോൺഗ്രസിന്റെ പുതിയ സംസ്ഥാന അധ്യക്ഷനെ ഒരാഴ്ചയ്ക്കകം പ്രഖ്യാപിച്ചേക്കും. നിർണായക തെരഞ്ഞെടുപ്പിന് പാർട്ടി തയ്യാറെടുക്കുമ്പോൾ യുവജന വിഭാഗത്തിന് അധ്യക്ഷൻ ഇല്ലാതിരിക്കുന്നതിനെതിരെ വിമർശനം ശക്തമായിരുന്നു. ഇതോടെയാണ് ദേശീയ നേതൃത്വത്തിന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ആരോപണങ്ങളെ തുടർന്ന് കഴിഞ്ഞ ഓഗസ്റ്റ് 21-നാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാഹുൽ മങ്കൂട്ടത്തിന് രാജിവെക്കേണ്ടി വന്നത്. അതേസമയം രാഹുലിനെതിരെ നിയമ സംവിധാനങ്ങൾക്ക് മുമ്പിൽ ഇരകളാക്കപ്പെട്ടവർ പരാതി നൽകാത്ത പശ്ചാത്തലത്തിൽ അധ്യക്ഷ സ്ഥാനത്തേക്ക് രാഹുലിനെ തിരികെ കൊണ്ടുവരണമെന്ന നിലപാടിലാണ് രാഹുൽ അനുകൂലികൾ ഇപ്പോഴും. അതിനിടെ അബിൻ വർക്കി, KM അഭിജിത്ത്, ബിനു ചുള്ളിൽ തുടങ്ങിയ പേരുകൾ കേന്ദ്രീകരിച്ചാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് അവസാനഘട്ട ചർച്ചകൾ പുരോഗമിക്കുന്നത്. നിലവിൽ വൈസ് പ്രസിഡന്റായ അബിൻ വർക്കിയെ അധ്യക്ഷനാക്കണമെന്ന് സംസ്ഥാന കമ്മിറ്റിയിലെ ബഹുഭൂരിപക്ഷവും ആവശ്യമുന്നയിക്കുമ്പോഴും സാമുദായിക സമവാക്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് എതിർപക്ഷത്തിന്റെ പ്രതിരോധം. രമേശ് ചെന്നിത്തലയുടെ വിശ്വസ്തനായ അബിനെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനാക്കിയാൽ ചെന്നിത്തലയ്ക്ക് പാർട്ടിയിലും സംഘടനയിലും സ്വാധീനമേറുമെന്നും മറുചേരി വാദിക്കുന്നു. അതേസമയം യൂത്ത് കോൺഗ്രസ് ദേശീയ നേതൃനിരയിലേക്ക് KM അഭിജിത്ത് എത്താതിരിക്കാൻ നീക്കം നടത്തിയവർ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള അഭിജിത്തിന്റെ സാധ്യതകൾക്കും തടസ്സം തീർക്കുന്നതായാണ് സൂചന. അധ്യക്ഷ സ്ഥാനത്തേക്ക് തർക്കം നിലനിൽക്കുന്നതിനാൽ ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥിയായി KC വേണുഗോപാൽ വിഭാഗത്തിന്റെ പിന്തുണയുള്ള ബിനു ചുള്ളിയിലിനെ പരിഗണിക്കണമെന്നാണ് ഒരു വിഭാഗത്തിന്റെ ആവശ്യം. സമവായ ചർച്ചകൾ തുടരുകയാണെന്നും ഒരാഴ്ചയ്ക്കകം പുതിയ അധ്യക്ഷനെ പ്രഖ്യാപിച്ചേക്കുമെന്നുമാണ് ദേശീയ നേതൃത്വം നൽകുന്ന സൂചന. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. H-1B വിസ ഫീസ് വർധന പ്രാബല്യത്തിൽ വന്നു. പുതിയ അപേക്ഷകർക്ക് $1,00,000 ഫീസാണ് ട്രംപ് ഭരണകൂടം ചുമത്തിയിരിക്കുന്നത്. ഇതോടെ പുതിയ വിസ നയം ടെക് രംഗത്തെ കൂടുതൽ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. അതേസമയം ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനത്തിൽ ആശങ്ക രേഖപ്പെടുത്തി US ചേംബർ ഓഫ് കൊമേഴ്സും രംഗത്തെത്തിയിട്ടുണ്ട്. കൂടുതൽ സാങ്കേതിക വൈദഗ്ധ്യമുള്ളവരെ രാജ്യത്തേക്ക് ആകർഷിക്കാനും അമേരിക്കക്കാർക്ക് തൊഴിലവസരം നിലനിർത്താനുമാണ് ഈ തീരുമാനമെന്നാണ് ട്രംപ് ഭരണകൂടത്തിന്റെ ന്യായീകരണം. പക്ഷേ പുതിയ വിസ നയം ടെക് രംഗത്തെ പിടിച്ചുലച്ചിരിക്കുകയാണ്. ഈ നീക്കം ഏറ്റവും കൂടുതലായി ബാധിക്കുന്നത് ഇന്ത്യക്കാരെയാകും. 2024 അംഗീകരിച്ച 3,99,395 H-1B വിസകളിൽ 71% ഇന്ത്യക്കാർക്കായിരുന്നു. ജോലി നഷ്ടമാകുന്നതടക്കമുള്ള കനത്ത പ്രതിസന്ധിയിലാണ് ഇന്ത്യൻ ടെക്കികൾ. പുതിയ നീക്കത്തോടെ പെട്ടെന്ന് തിരിച്ചെത്താൻ ആമസോൺ,
മൈക്രോസോഫ്റ്റ് തുടങ്ങിയ വൻകിട ടെക് കമ്പനികൾ ജീവനക്കാരോട് ആവശ്യപ്പെട്ടത് പരിഭ്രാന്തി കൂട്ടി. ഇതോടെ മുൻകൂട്ടി നിശ്ചയിച്ച യാത്രയും പരിപാടികളുമെല്ലാം റദ്ദാക്കി ജീവനക്കാർ തിരിച്ചു പറക്കാൻ നിർബന്ധിതരായി. ഗ്രീൻ കാർഡിന് വേണ്ടി ഒരു കമ്പനി സ്പോൺസർ ചെയ്യുകയാണെങ്കിൽ അത് ലഭിക്കുന്നതുവരെ അവരുടെ H-1B വിസ പുതുക്കാൻ സാധിക്കുമെന്നാണ് വ്യവസ്ഥ. ഗ്രീൻ കാർഡിന് വേണ്ടി ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ളവർ വർഷങ്ങളാണ് കാത്തിരിക്കുന്നത്. പുതിയ വ്യവസ്ഥ വന്നതോടെ നിലവിൽ H-1B വിസയിൽ US-ലുള്ളവർക്ക് വിസ പുതുക്കി കിട്ടാനുള്ള സാധ്യത കുറയും. ഇന്ത്യയിൽ നിന്ന് പുതിയ ജോലിക്കാരെ കൊണ്ടുപോകുന്നതിലും കുറവുണ്ടാകും. മാത്രമല്ല, ശമ്പളത്തെക്കാളേറെ തുക വിസ ഫീസ് നൽകി വിദേശീയരെ ജോലിക്കെടുക്കേണ്ട സ്ഥിതിയാണ് US കമ്പനികൾക്ക് വന്നിരിക്കുന്നത്. അതേസമയം വിസ ഫീസ് വർധന മാനുഷിക പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. US അധികാരികളുമായി കൂടിയാലോചനകൾ നടത്തുമെന്നും മന്ത്രാലയം വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ ചർച്ചകൾക്കായി കേന്ദ്ര വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയലും സംഘവും അമേരിക്കയിലെത്തി. ഇന്ത്യ US വ്യാപാര കരാർ ചർച്ചകൾ ഇന്ന് ന്യൂയോർക്കിൽ പുനരാരംഭിക്കും. US കൊമേഴ്സ് സെക്രട്ടറി ഹൊവാർഡ് ലുഡ്നിക്, US വ്യാപാര പ്രതിനിധി ജെമിസൺ ഗ്രിയർ തുടങ്ങിയവർ ചർച്ചകളുടെ ഭാഗമാകും. ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു വ്യാപാര കരാർ ഉടൻ പ്രാവർത്തികമാക്കാനുള്ള ശ്രമങ്ങൾ സജീവമാണെന്നാണ് വിവരം. അതേസമയം ഇന്ത്യ US ചർച്ചകളിൽ H-1B വിസയുടെ ഫീസ് വർധനവുമായി ബന്ധപ്പെട്ടുള്ള ആശങ്ക ഇന്ത്യ അറിയിക്കും. അതേസമയം ഇന്ത്യൻ വിദേശകാര്യമന്ത്രി S ജയശങ്കർ ഇന്ന് മാർക്കോ റൂബിയോയുമായി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യൻ സമയം രാത്രി 8:30-ക്കാണ് കൂടിക്കാഴ്ച. ഗാസയിൽ ആക്രമണം തുടർന്ന് ഇസ്രായേൽ. ഇന്നലെ നടത്തിയ ആക്രമണങ്ങളിൽ 46 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. ഗാസ സിറ്റിയിലെ അഭയാർത്ഥി ക്യാമ്പിലെ ബോംബാക്രമണത്തിലാണ് 19 സ്ത്രീകളടക്കം 40 പേർ കൊല്ലപ്പെട്ടത്. അതേസമയം സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം നിലവിൽ വരുന്നത് തടയാൻ വെസ്റ്റ് ബാങ്കിൽ അധിനിവേശം വ്യാപിപ്പിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രതികരിച്ചു. UK അടക്കമുള്ള രാജ്യങ്ങൾ സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുമെന്ന് വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് നെതന്യാഹുവിന്റെ പ്രതികരണം. ഗാസ സിറ്റിയിൽ ശേഷിക്കുന്ന പാർപ്പിട സമുച്ചയങ്ങളും ബോംബ് വെച്ച് തകർക്കുകയാണ് ഇസ്രായേൽ സൈന്യം. ലോകസമാധാന ദിനമായ ഇന്നലെയും ഗാസയിൽ ഇസ്രായേൽ കൂട്ടക്കുരുതി തുടർന്നു. അഭയാർത്ഥി ക്യാമ്പിലെ ബോംബാക്രമണത്തിൽ 19 സ്ത്രീകളടക്കം 46 പേർ കൊല്ലപ്പെട്ടു. നാല് ലക്ഷത്തോളം പലസ്തീൻകാർ ഗാസ സിറ്റി വിട്ടുവെങ്കിലും 6 ലക്ഷത്തിലേറെ പേർ യുദ്ധഭൂമിയിൽ തുടരുകയാണ്. ഇതിനിടെ യുദ്ധം നിർത്തി ബന്ദികളെ മോചിപ്പിക്കാൻ ഹമാസുമായി കരാറുണ്ടാക്കണമെന്നാവശ്യപ്പെട്ട് ജെറുസലേമിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വസതിക്ക് മുന്നിൽ ആയിരക്കണക്കിന് ഇസ്രായേൽ പൗരന്മാർ പ്രകടനം നടത്തി. נתניהו מכיר בדיוק כמונו את האינדיקציות המודיעיניות לסכנה שבכיבוש עזה. הוא מכיר את הסכנה נמצאת מעל ראשם של החטופים והחיילים. UK അടക്കമുള്ള രാജ്യങ്ങൾ പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിച്ചതിന് പിന്നാലെ ആക്രമണം കൂടുതൽ ശക്തമാക്കുമെന്ന മുന്നറിയിപ്പുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്തെത്തി. ജോർദാൻ നദിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് പലസ്തീൻ എന്ന രാഷ്ട്രമുണ്ടാകില്ല. വെസ്റ്റ് ബാങ്കിൽ അധിനിവേശം വ്യാപിപ്പിക്കുമെന്നും US സന്ദർശനത്തിന് ശേഷം ഈ രാജ്യങ്ങൾക്ക് മറുപടി നൽകുമെന്നും ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി. I have a clear message for those leaders who recognize a Palestinian state after the horrific massacre on October 7. You are giving a huge reward to terrorism. And I have another message for you. It will not happen. A Palestinian state will not be established west of the Jordan River. For years, I've prevented the establishment of this terrorist state, despite tremendous pressure both domestically and internationally. We did this with determination, and we did it with diplomatic wisdom. Moreover, we doubled Jewish settlement in Judea and Samaria, and we will continue on this path. ബ്രിട്ടനും ഓസ്ട്രേലിയയും കാനഡയും പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ചത് കഴിഞ്ഞ ദിവസമാണ്. വരും ദിവസങ്ങളിൽ ഫ്രാൻസ് ഉൾപ്പെടെയുള്ള ഏതാനും പാശ്ചാത്യ രാജ്യങ്ങളും ഇത് ചെയ്യുമെന്നാണ് വിവരം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കൊല്ലം പുനലൂരിൽ ഭാര്യയെ ഭർത്താവ് വെട്ടിക്കൊന്നു. കൂത്തനാടിയിലാണ് സംഭവം. കലയനാട് സ്വദേശി ശാലിനിയാണ് കൊല്ലപ്പെട്ടത്. പ്രതി ഐസക് പോലീസിൽ കീഴടങ്ങി. ഫേസ്ബുക്കിൽ കൊലപാതകത്തിന്റെ കാര്യങ്ങൾ വിശദീകരിച്ച ശേഷമാണ് കീഴടങ്ങിയത്. രണ്ടുപേരും അകന്നു കഴിയുകയായിരുന്നു. കൊല്ലം പുനലൂർ കലയനാട് കൂത്തനാടി എന്ന് പറഞ്ഞ സ്ഥലത്തിനാണ് നടിനെ നടുക്കിയ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഭർത്താവാണ് ഭാര്യയെ കുത്തിയും വെട്ടിയും കൊലപ്പെടുത്തിയത്. കലയനാട് കൂത്തനാടിയിൽ 37 വയസ്സുള്ള ശാലിനിയാണ് മരണത്തിന് കീഴടങ്ങിയത്. ഭർത്താവ് കൊലപാതകത്തിന് ശേഷം ഫേസ്ബുക്കിൽ ലൈവ് ഇട്ടതിന് ശേഷം പുനലൂർ പോലീസിൽ കീഴടങ്ങിയിട്ടുണ്ട്.
അതിന്റെ കാരണം ഞാൻ അറിയാതെ പല ബന്ധങ്ങളും ഞാൻ ഒരേ വീട്ടിൽ നിന്ന് സ്വർണം എടുത്ത് പണയം വെക്കുകയും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞാൽ കേൾക്കാതെ ഇഷ്ടമുള്ള രീതിയിൽ പോവുകയും ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് 2 മക്കളാണ്. മക്കളൻ ക്യാൻസർ പേഷ്യന്റാണ്. അതിലൊന്നും ഒരു വിഷമവുമില്ല. ഇവർ തമ്മിൽ കുടുംബ പ്രശ്നങ്ങളെ തുടങ്ങി വഴക്ക് നിലനിന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പുനലൂർ പോലീസിൽ പരാതി നൽകുകയും ഭാര്യയും ഭർത്താവും സെപ്പറേറ്റായി താമസിക്കുകയായിരുന്നു. ശാലിനി അമ്മയോടൊപ്പവും ഭർത്താവും മക്കളും ഈ കൊലപാതകം നടന്ന ഈ വീട്ടിലുമാണ് താമസിച്ചിരുന്നത്. മുകളിൽ വെള്ളത്തിന്റെ അപര്യാപ്തത കൊണ്ട് രാവിലെ കുളിക്കാനായി ഇവിടെ എത്തിയപ്പോഴാണ് പ്രകോപനപരമായ നിലപാടുമായി ഭർത്താവ് വെട്ടിയും കുത്തിയും കൊലപ്പെടുത്തിയത്. ഞാൻ വന്ന് നോക്കിയപ്പോഴത്തേന് കമന്ന് കിടക്കുമായിരുന്നു. അയാൾ സ്ഥലത്തുണ്ടായിരുന്നു. ഇപ്പോഴത്തേന് കയറി അങ്ങ് പോയി. നമുക്ക് എന്ത് ചെയ്യണമെന്നില്ലാതെ പകച്ചു പോയ ഒരിതായിരുന്നു. കൊലപാതകത്തിന് ശേഷം ഇവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. ഫേസ്ബുക്കിലൂടെ ഒരു ലൈവ് ഇട്ടതിന് ശേഷം അദ്ദേഹം പുനലൂർ പോലീസിൽ ഇപ്പോൾ കീഴടങ്ങി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൊട്ടാരക്കര ഡിവൈഎസ്പി ആണ് അന്വേഷണ ചുമതല. സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഉടൻ തന്നെ SP-യും സ്ഥലത്തെത്തി വിശദമായ പരിശോധനകൾ നടത്തും. ഇവർ തമ്മിൽ കുടുംബ പ്രശ്നങ്ങളെ ചൊല്ലി നിരന്തരം വഴക്കുണ്ടായിരുന്നു എന്നാണ് നമുക്ക് അയൽവാസികളിൽ നിന്നും ഒക്കെ മനസ്സിലാക്കാൻ സാധിച്ചത്. തിരുവനന്തപുരം തമ്പാനൂരിൽ ലോഡ്ജിൽ യുവതിയെ കഴുത്ത് ഞെരിച്ച് കൊന്ന കേസിലെ പ്രതിക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ. കൊല്ലം സ്വദേശി പ്രവീണിനെയാണ് വഞ്ചിയൂർ കോടതി ശിക്ഷിച്ചത്. ജീവപര്യന്തത്തിനൊപ്പം 1 ലക്ഷം രൂപ പിഴയും വിധിച്ചിട്ടുണ്ട്. പിഴത്തുക കൊല്ലപ്പെട്ട ഗായത്രിയുടെ അമ്മയ്ക്ക് കൈമാറണമെന്നും കോടതി നിർദ്ദേശിച്ചു. 2022 മാർച്ച് 6-നായിരുന്നു തലസ്ഥാന നഗരിയെ നടുക്കിയ കൊലപാതകം. അർദ്ധരാത്രിയോടുകൂടി ഹോട്ടൽ മുറിയിൽ ഒരു യുവതി മരിച്ചു കിടക്കുന്നുവെന്ന വിവരം കൊലപാതകിയായ പ്രവീൺ തന്നെയാണ് ഹോട്ടൽ ജീവനക്കാരെ വിളിച്ചറിയിച്ചത്. തുടർന്ന് പോലീസ് നടത്തിയ പരിശോധനയിലാണ് കാട്ടാക്കട സ്വദേശി ഗായത്രിയെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് നടത്തിയ പോലീസിന്റെ അന്വേഷണത്തിൽ കൊല്ലം സ്വദേശിയായ പ്രവീണിനെ അടുത്ത ദിവസം തന്നെ അറസ്റ്റ് ചെയ്തു. ഇരുവരും തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ജ്വല്ലറിയിൽ ജീവനക്കാരായിരുന്നു. ഇവിടെയുള്ള ജോലിക്കിടയിൽ ഇരുവരും തമ്മിൽ അടുക്കുകയും വിവാഹിതനായ പ്രവീണിന്റെ വീട്ടിൽ ഇത് അറിയുകയും തുടർന്ന് കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉടലെടുക്കുകയും ചെയ്തു. കുടുംബത്തിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഗായത്രി ഇവിടുന്ന് പിരിഞ്ഞു പോവുകയും തുടർന്ന് ഇവരുടെ ബന്ധം തുടർന്ന് ഇവിടെ നിന്നും പ്രവീണിനെ തമിഴ്നാട്ടിലേക്ക് സ്ഥലം മാറ്റുകയും ചെയ്തു. പ്രവീൺ തമിഴ്നാട്ടിലേക്ക് പോകുന്നതിന് മുൻപാണ് ഹോട്ടലിൽ വെച്ച് ഇരുവരും കാണുകയും ഇവിടെ വെച്ച് വഴക്കിടുകയും തുടർന്ന് ഷാൾ ഉപയോഗിച്ച് ഗായത്രിയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഫോറൻസിക് തെളിവുകളുടെയും മറ്റും അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച വഞ്ചിയൂർ കോടതി പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയത്. 1 ലക്ഷം രൂപ പിഴയും ജീവപര്യന്തം തടവുമാണ് കോടതി വിധിച്ചിരിക്കുന്നത്. 1 ലക്ഷം രൂപ പിഴ അമ്മയ്ക്ക് കൈമാറാനാണ് കോടതിയുടെ നിർദ്ദേശം. ഇത്തരത്തിൽ കോടതിയുടെ നിർദ്ദേശം പാലിക്കാൻ സാധിച്ചില്ല എങ്കിൽ 1 വർഷം അധിക തടവും പ്രതി അനുഭവിക്കേണ്ടി വരും. അമ്മയുടെയും ഗായത്രിയുടെ അനുജത്തിയുടെയും 3 വർഷത്തോളം നീണ്ട നിയമ പോരാട്ടത്തിനാണ് ഇന്ന് ഫലപ്രാപ്തി ഉണ്ടായിരിക്കുന്നത്. ക്യാമറാമാൻ അരുണിനോടൊപ്പം സാരൻ സുധാകരൻ, ന്യൂസ് 18 തിരുവനന്തപുരം. ആൾക്കൂട്ട മർദ്ദനത്തെ തുടർന്ന് സ്വകാര്യ ഭാഗത്ത് ഗുരുതര പരുക്കേറ്റ് യുവാവ് മരിച്ച സംഭവത്തിൽ പോലീസ് അന്വേഷണത്തിൽ വീഴ്ചയെന്ന് പരാതി. കണ്ണൂർ പയ്യന്നൂർ പെരളത്തെ PP അജയന്റെ മരണത്തിൽ കുറ്റക്കാരെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ഭാര്യ സീമ. കഴിഞ്ഞ ജൂൺ 24-നായിരുന്നു സംഭവം. അജയനെ മർദ്ദിച്ചവർ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് കേസ് അട്ടിമറിക്കുകയാണെന്നാണ് ഭാര്യ പറയുന്നത്. അവരൊരു CPM പ്രവർത്തകയാണെന്നാണ് പറഞ്ഞത്. അവർ വിളിച്ചവരും അവർ അത്തരത്തിലുള്ള ആൾക്കാരെന്ന് അറിയാൻ പറ്റിയത് അവരുടെ സ്വാധീനം, രാഷ്ട്രീയ സ്വാധീനം കൊണ്ടാണ് കേസ് എങ്ങും എത്താത്തതെന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്നുകിൽ ആ 23-24 ദിവസത്തെ 2-3 ദിവസത്തെ CCTV ആ ചെറുപ്പുറം അർബൻ ക്ലിനിക്കിലത്തെയും നീലേശ്വരം മാർക്കറ്റിലെയും CCTV പരിശോധിച്ചാൽ തന്നെ മനസ്സിലാവും. പിന്നെ ആടിയിലെ കടക്കാരൊക്കെ നമ്മളോട് നേരിട്ടും അല്ലാതെയും പറയുന്നുണ്ട്. അവർ സംഭവം കണ്ടവർ അവർക്കൊരു ഭീഷണി ഉണ്ടായിന്, സാക്ഷി പറയാൻ പാടില്ല, നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നാളെ നമ്മളെ കച്ചവട സ്ഥാപനമൊന്നും ഇവിടെ ഉണ്ടാവില്ല എന്ന് അവർ പറയുന്നത്. അതുകൊണ്ട് അവർ ഇത് സാക്ഷി പറയാത്തതെന്നാണ് പറയുന്നവർ. സൈബർ ആക്രമണത്തിൽ CPM വനിതാ നേതാവ് KJ ഷൈൻ നൽകിയ പരാതിയിൽ കോൺഗ്രസ് പ്രവർത്തകൻ ഗോപാലകൃഷ്ണന്റെ വീട്ടിൽ പരിശോധന. എറണാകുളം റൂറൽ സൈബർ സംഘവും പറവൂർ പോലീസുമാണ് പരിശോധന നടത്തുന്നത്. കേസിൽ 1-ാം പ്രതിയാണ് CK ഗോപാലകൃഷ്ണൻ. നേരത്തെ ഗോപാലകൃഷ്ണന് എതിരെ ഉയർന്ന ആരോപണം ഗോപാലകൃഷ്ണൻ സൈബർ ആക്രമണം നടത്തി എന്നുള്ളതായിരുന്നു. ഗോപാലകൃഷ്ണനാണ് ആദ്യമായിട്ട് KJ ഷൈനെതിരെയുള്ള അപവാദ പ്രചാരണം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത്. അതിനാലാണ് ഗോപാലകൃഷ്ണന്റെ വീട്ടിൽ ഇപ്പോൾ പരിശോധന നടത്തുന്നത്. നേരത്തെ KJ ഷൈൻ ഇക്കാര്യത്തിൽ പരാതി നൽകിയിരുന്നു. നവമി ദിനേശ് ചേരുന്നു. നവമി, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ?
മഞ്ജുഷ, എറണാകുളം റൂറൽ സൈബർ സംഘവും എറണാകുളം പറവൂർ പോലീസുമാണ് പരിശോധന നടത്തുന്നത്. എന്തായാലും ഗോപാലകൃഷ്ണന്റെ ഫോൺ പിടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഫോൺ ഉപയോഗിച്ചാണോ ഗോപാലകൃഷ്ണൻ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതെന്നാണ് അന്വേഷണ സംഘം അന്വേഷിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കേസിൽ ഒരാളെ കൂടി പ്രതിയാക്കിയിട്ടുണ്ട്. കൊണ്ടോട്ടി അബു എന്ന യൂട്യൂബ് ചാനൽ അവതാരകൻ യാസിർ കൂടി പ്രതിയായിട്ടുണ്ട്. അങ്ങനെ 3 പ്രതികളാണ് നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ളത്. ഒപ്പം തന്നെ ഇവരുടെ ഈ 3 പ്രതികളും ഇട്ട പോസ്റ്റുകൾക്ക് താഴെ കമന്റ് ഇട്ടവരെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. എന്തായാലും CK ഗോപാലകൃഷ്ണൻ ഇപ്പോൾ ഒളിവിലാണെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. വീട്ടിൽ നടത്തിയ പരിശോധനയിലും അദ്ദേഹം അവിടെ ഇല്ല എന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇനി ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും. അതിനു വേണ്ടിയിട്ടുള്ള നോട്ടീസ് അയക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. അല്പസമയം മുമ്പാണ് ഈ ഒരു പരിശോധന ആരംഭിച്ചത്. പരിശോധനയിൽ ഗോപാലകൃഷ്ണന്റെ ഫോൺ പോലീസ് പിടിച്ചെടുക്കുകയും ചെയ്തു. ഗോപാലകൃഷ്ണൻ സ്ഥലത്തുണ്ടോ നോമി? പോലീസ് പറയുന്നത് CK ഗോപാലകൃഷ്ണൻ ഒളിവിലാണെന്നാണ്. അദ്ദേഹത്തിന്റെ ഫോൺ വീട്ടിലുണ്ട്. പലതവണ പോലീസ് ആ ഫോണിൽ വിളിച്ചെങ്കിലും അദ്ദേഹം ഫോൺ എടുക്കാൻ കൂട്ടാക്കിയില്ല. അതിനെ തുടർന്നാണ് വീട്ടിൽ പരിശോധന നടത്തിയത്. ഫോൺ ഇപ്പോൾ പിടിച്ചെടുത്തു. അയാൾ ഒളിവിലാണെന്ന് തന്നെയാണ് പോലീസ് സ്ഥിരീകരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നോട്ടീസ് അയച്ച് വിളിച്ചു വരുത്താനായിരിക്കും അന്വേഷണ സംഘം അടുത്തതായി കടക്കുക. ഒപ്പം ഇന്നലെ CK ഗോപാലകൃഷ്ണന്റെ കുടുംബവും പോലീസിൽ പരാതി നൽകിയിരുന്നു. തങ്ങൾക്കെതിരെ വലിയ സൈബർ ആക്രമണം നടക്കുന്നു എന്ന് ആരോപിച്ചായിരുന്നു പരാതി നൽകിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പോലീസ് ഇപ്പോൾ വീട്ടിലെത്തി പരിശോധന നടത്തുകയും ഫോൺ പിടിച്ചെടുക്കുകയും ചെയ്തിരിക്കുന്നത്. ഗോപാലകൃഷ്ണൻ ഒളിവിലെന്ന് തന്നെയാണ് പോലീസ് ഇപ്പോഴും വ്യക്തമാക്കുന്നത്. CPM നേതാവ് KJ ഷൈനെതിരെ അപവാദ പ്രചാരണം നടത്തിയ CK ഗോപാലകൃഷ്ണന്റെ വീട്ടിലാണ് ഇപ്പോൾ സൈബർ പോലീസ് പരിശോധന നടത്തുന്നത്. കണ്ണൂർ പാനൂരിൽ CPM പ്രവർത്തകനെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പാനൂർ വിളക്കോട്ടൂർ സ്വദേശിയായ ജ്യോതിരാജാണ് മരിച്ചത്. രാഷ്ട്രീയ അക്രമത്തിൽ പരുക്കേറ്റ് വർഷങ്ങളായി ചികിത്സയിലായിരുന്നു. ഇന്ന് പുലർച്ചെയാണ് സ്വന്തം വീട്ടിലെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആത്മഹത്യയെന്നാണ് പോലീസിന്റെ നിഗമനം. 2009 BJP പ്രവർത്തകർ ജ്യോതിരാജിനെ ആക്രമിച്ചത്. 2 കാലിനും സാരമായി പരിക്കേറ്റതിനെ തുടർന്ന് ചികിത്സയിലായിരുന്നു. മുൻ മാനേജർ വിപിൻ കുമാറിനെ മർദ്ദിച്ച കേസിൽ നടൻ ഉണ്ണി മുകുന്ദന് സമൻസ്. ഒക്ടോബർ 27 ഹാജരാകാനാണ് കാക്കനാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ടൊവിനോ തോമസ് ചിത്രം നരിവേട്ടയെ പ്രശംസിച്ച് പോസ്റ്റ് ഇട്ടതിൽ പ്രകോപിതനായി ഉണ്ണി മുകുന്ദൻ മർദ്ദിച്ചെന്നാണ് മുൻ മാനേജർ വിപിൻ കുമാർ പോലീസിന് നൽകിയ പരാതി. മാർക്കോയ്ക്ക് ശേഷം പുതിയ പടങ്ങൾ കിട്ടാത്തതിന്റെ നിരാശയാണ് ഉണ്ണി മുകുന്ദനെന്നും അത് പലരോടും തീർക്കുകയായിരുന്നുവെന്നും മാനേജർ വിപിൻ ആരോപണം ഉയർത്തുകയും ചെയ്തിരുന്നു. വിപിന്റെ പരാതിയിൽ കേസെടുത്ത ഇൻഫോ പാർക്ക് പോലീസ് മർദ്ദിച്ചതിനും അസഭ്യം പറഞ്ഞതിനും ജാമ്യം ലഭിക്കുന്ന വകുപ്പുകളാണ് ഉണ്ണി മുകുന്ദനെതിരെ ചുമത്തിയിരിക്കുന്നത്. മർദ്ദനം നടന്ന വിപിന്റെ കാക്കനാട്ടെ ഫ്ളാറ്റിന്റെ പാർക്കിങ്ങിലെ CCTV ദൃശ്യങ്ങളും ഇരുവരുടെയും സുഹൃത്തുക്കളുടെ മൊഴിയും ശേഖരിച്ച പോലീസ് കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് കേസിന്റെ പ്രതിയായ ഉണ്ണി മുകുന്ദൻ ഒക്ടോബർ 27 നേരിട്ട് ഹാജരാകാൻ കാക്കനാട് മജിസ്ട്രേറ്റ് കോടതി സമൻസ് അയച്ചിരിക്കുന്നത്. മർദ്ദനത്തിൽ വിപിൻ പറയുന്നത് അടിസ്ഥാനരഹിതമാണെന്നും തനിക്കെതിരെ നടക്കുന്ന സംഘടിത ഗൂഢാലോചനയുടെ ഭാഗമാണ് പരാതി എന്നുമാണ് ഉണ്ണി മുകുന്ദൻ അന്ന് പ്രതികരിച്ചത്. താരസംഘടനയായ അമ്മയും ഫെഫ്കയും വിപിൻ പരാതി നൽകുകയും ചെയ്തിരുന്നു. തുടർന്ന് നടത്തിയ ചർച്ചയിൽ ഇരുവരും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചതായി സംഘടന വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജീവിതകഥ പറയുന്ന മാ വന്ദേ എന്ന ചിത്രത്തിന്റെ പുതിയ പോസ്റ്റർ പുറത്തിറങ്ങി. ചിത്രത്തിൽ നരേന്ദ്രമോദിയായി വേഷമിടുന്ന ഉണ്ണി മുകുന്ദന്റെ ജന്മദിനത്തിൽ മാ വന്ദേ ടീം ആശംസകൾ അറിയിച്ചു. ഞങ്ങളുടെ നരേന്ദ്രമോദിക്ക് പിറന്നാൾ ആശംസകൾ എന്ന തലക്കെട്ടോടെയാണ് പോസ്റ്റർ. ഉണ്ണി മുകുന്ദന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് വന്ന പോസ്റ്ററിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ദൃശ്യം 3ന്റെ ഷൂട്ടിംഗ് കൊച്ചിയിൽ തുടങ്ങി. ആദ്യ 2 ഭാഗങ്ങൾ പോലെ ചിത്രം പ്രേക്ഷകർ ഏറ്റെടുക്കുമെന്ന പ്രതീക്ഷയിലാണ് മോഹൻലാലും അണിയറ പ്രവർത്തകരും. അമിത പ്രതീക്ഷയുമായി പ്രേക്ഷകർ തിയേറ്ററുകളിലേക്ക് വരരുതെന്ന് സംവിധായകൻ ജീത്തു ജോസഫ് പറഞ്ഞു. ചിത്രത്തിന് 4ാം ഭാഗം ഉണ്ടാകുമെന്ന സൂചനയാണ് നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ നൽകിയത്. പ്രേക്ഷകർ സൂപ്പർ ഹിറ്റാക്കിയ ആദ്യ 2 ഭാഗത്തെയും പ്രധാന ചേരുവകൾ സെന്റിമെന്റ്സും സസ്പെൻസുമായിരുന്നു. അപ്രതീക്ഷിത ട്വിസ്റ്റുകൾ സുന്ദരമായി അവതരിപ്പിച്ച അധിക ചിത്രങ്ങളുമില്ല. ചിത്രത്തിന്റെ 3ാം ഭാഗം അടുത്ത വർഷം റിലീസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ചിത്രത്തിന്റെ പൂജാ ചടങ്ങുകൾ കൊച്ചിയിൽ നടന്നു. നമ്മൾ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് ഈ സിനിമയ്ക്ക് ഒരു തടസ്സവും കൂടാതെ ഷൂട്ടിംഗ് നടക്കണേ.
ഈ ചിത്രം ഏറ്റവും വലിയ സൂപ്പർ ഹിറ്റ് ആയി മാറണേന്നാണ്. അതുപോലെ ഞാനും പ്രാർത്ഥിക്കുന്നു, അതിനൊരു തടസ്സവും കൂടാതെ നടക്കണേ, ഇതൊരു വലിയ വിജയമായി മാറണേന്ന്. ദൃശ്യം 1, 2 മനസ്സിൽ എത്തിയ പ്രേക്ഷകർ ദൃശ്യം 3 തീർച്ചയായിട്ടും മനസ്സിൽ കൊണ്ട് നടക്കുമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൃശ്യം എല്ലായ്പ്പോഴും അമിതഭാരം തരുന്നുണ്ടെന്നും എന്നാൽ അത് തരണം ചെയ്യുന്നുണ്ടെന്നും സംവിധായകൻ ജിത്തു ജോസഫ് പറഞ്ഞു. ദൃശ്യം 3 കാണാൻ വലിയ പ്രതീക്ഷയോടെ പ്രേക്ഷകർ വരണ്ടെന്ന മുന്നറിയിപ്പാണ് സംവിധായകൻ നൽകുന്നത്. ഇതൊരു നല്ല സിനിമയാണ്. അമിത പ്രതീക്ഷയോടെ ഒന്നും വരാതിരിക്കുക. ജോർജ് കുട്ടിയുടെ കുടുംബത്തില് എന്താണ് സംഭവിക്കുന്നത്, അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, ആ കഥയാണ് ഞങ്ങൾ പറയുന്നത്. അത് എന്താണെന്ന് അറിയാൻ നിങ്ങൾ വരിക. അല്ലാതെ ഇപ്പൊ നമ്മൾ 1ന്റെ മുകളിൽ 2, 2ന്റെ മുകളിൽ 3 അങ്ങനെയൊന്നും അതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന സിനിമയല്ല. ഇപ്പൊ ദൃശ്യം 2ന്റെ സ്ക്രിപ്റ്റിങ്ങിനെ കുറിച്ചും ഇതിനെ കുറിച്ചും എല്ലാവരും പറഞ്ഞു അതിന്റെ മുകളിലുള്ള സ്ക്രിപ്റ്റിംഗ് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ അതിന് വേണ്ടിയിട്ടല്ല ഈ സിനിമ ചെയ്യുന്നത്. ഞാൻ ജോർജ് കുട്ടിയുടെ കുടുംബത്തിൽ 4.5 വർഷങ്ങൾക്ക് ശേഷം എന്തൊക്കെ സംഭവിക്കാം, എന്തൊക്കെ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ സിനിമ പ്രതിപാദിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ അമിത പ്രതീക്ഷയൊന്നുമില്ലാതെ അവരുടെ കുടുംബത്തിൽ എന്താണ് നടക്കുന്നത് ആ ക്യൂരിയോസിറ്റിയിൽ വരാം തീർച്ചയായിട്ടും. അതായത് ഒരു കുഴപ്പമില്ല. അന്യഭാഷകളിൽ ഉൾപ്പെടെ ദൃശ്യം സ്വീകരിക്കപ്പെടുന്നതിൽ സന്തോഷമുണ്ടെന്നും 3-ാം ഭാഗത്തിന് തുടർച്ചയുണ്ടാകില്ലെന്ന് പറയാനാകില്ലെന്നും നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ. ഒരുപാട് പേരുടെ സ്നേഹം, ഒരുപാട് പേരുടെ സംസാരം, മോഹൻലാൽ സാറിന് ഇഷ്ടപ്പെടുന്ന എല്ലാ മലയാളികളും ശരിക്കും അത് മലയാള ഭാഷയ്ക്ക് ഏറ്റവും അഭിമാനിക്കാവുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഇന്ന് ദൃശ്യം 3 എന്ന സിനിമ തുടങ്ങുകയാണ്. അപ്പോൾ അത് ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. കാരണം ഇത് ദൃശ്യം 1 കഴിഞ്ഞതിന് ശേഷം 2 ഞാനും ജിത്തു ഒക്കെ ഒരുപാട് പ്രാവശ്യം അങ്ങോട്ട് ചോദിച്ച്, ജിത്തു ഇത് നമുക്ക് 2ാം ഭാഗം ചെയ്യണമെന്ന് പറഞ്ഞ് അത് ആ ഒരു സമയത്ത് അത് ഒരു ഭാഗ്യം പോലെ ഉണ്ടായി. അതും ജനങ്ങൾ അതിയായ സ്നേഹത്തോടെ സ്വീകരിച്ചു. അതിനുശേഷവും ദൃശ്യം 3 എന്ന സിനിമയുടെ ചിത്രീകരണം ഇന്ന് ആരംഭിക്കുകയാണ്. ഈ സമയത്ത് അത് തുടങ്ങാൻ പറ്റുന്നു, ലാൽ സാറിന് ഇത്രയും നിറഞ്ഞു നിൽക്കുന്ന ഈ സമയത്ത് അത് സംഭവിക്കുന്നു, തുടങ്ങാൻ പറ്റുന്നു എന്നുള്ളത് ഏറ്റവും വലിയ സന്തോഷം തരുന്ന കാര്യമാണ്. എറണാകുളവും തൊടുപുഴയുമാണ് ചിത്രത്തിന്റെ പ്രധാന ലൊക്കേഷനുകൾ. ജോർജ് കുട്ടിയുടെയും കുടുംബത്തിന്റെയും 3-ാം വരവിനായി കാത്തിരിക്കുകയാണ് സിനിമാ പ്രേമികൾ. ന്യൂസ് 18 കൊച്ചി. സ്വന്തം മണ്ണിൽ വ്യോമാക്രമണം നടത്തി പാകിസ്ഥാൻ സേന. ഖൈബർ പഖ്തൂൺ പ്രവിശ്യയിൽ പാകിസ്ഥാൻ വ്യോമസേന നടത്തിയ വ്യോമാക്രമണത്തിൽ 30 പേർ കൊല്ലപ്പെട്ടു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവരാണ് കൊല്ലപ്പെട്ടത്. നിരവധി പേർക്ക് പരിക്കേറ്റതായും വിവരമുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി MG മിഥുൻ ചേരുകയാണ്. മിഥുൻ, ഇത് തെഹ്രീക്കെ താലിബാൻ പാകിസ്ഥാന്റെ ഒളിത്താവളമായി അറിയപ്പെടുന്ന പ്രദേശമാണ്. അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശവും. എന്താണ് ഈ ആക്രമണത്തിന് പിന്നിലെന്നാണ് സൂചന? മഞ്ജുഷു, വളരെ ക്രൂരമായ, വളരെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് പുറത്തു വരികയും ചെയ്യുന്നത്. സ്വന്തം മണ്ണിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് മേൽ ബോംബ് വർഷം നടത്തിയിരിക്കുകയാണ് പാകിസ്ഥാൻ എയർഫോഴ്സ് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഖൈബർ പഖ്തൂൺ പ്രവിശ്യയിലാണ് ഇത്തരത്തിൽ ബോംബ് വർഷം ഉണ്ടായിരിക്കുന്നത്. അതിൽ 30 പേർ ഇതിനോടകം തന്നെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെയുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ് ഈ കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗവും ഉള്ളത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇന്ന് പുലർച്ചെ 2 മണിയോടുകൂടിയാണ് ഈ ഒരു ആക്രമണം ഉണ്ടായത്. ഈ വീടുകളിൽ കഴിഞ്ഞിരുന്ന ജനവാസ മേഖലയിലാണ് ഇത്തരത്തിൽ ഒരു ആക്രമണം സ്വന്തം മണ്ണിൽ തന്നെ പാകിസ്ഥാൻ എയർഫോഴ്സിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ബലൂചിസ്ഥാൻ പ്രവർത്തകരുടെ ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നായിട്ടുള്ള ഒരു മേഖല കൂടിയാണ് ഈ ഒരു പ്രദേശമെന്നാണ് അവർ അവകാശവാദം, അല്ലെങ്കിൽ അത്തരത്തിലൊരു വാദമാണ് പാകിസ്ഥാൻ ഉന്നയിക്കുകയും ചെയ്തത്. ആ മേഖലയിലാണ് ഇത്തരത്തിലൊരു ആക്രമണം നടത്തുകയും ചെയ്തത്. കഴിഞ്ഞ 2 ആഴ്ചക്കിടയിൽ ബലൂചിസ്ഥാൻ ആക്രമണത്തിനിടെ 17 സൈനികർ കൊല്ലപ്പെട്ടിരുന്നു. അതിന്റെ പ്രതികാര നടപടി എന്ന രീതിയിലാണ് ഇത്തരത്തിലുള്ളൊരു നടപടി പാകിസ്ഥാൻ എയർഫോഴ്സിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്തത്. അതിൽ ഈ പാകിസ്ഥാന്റെ യുദ്ധവിമാനങ്ങൾ 8LC-6 ബോംബുകൾ വർഷിക്കുകയും ഇതൊരു വലിയ കൂട്ടക്കൊലയ്ക്ക് കാരണമാവുകയും ചെയ്തു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിരവധി പേർക്ക് ഈ ഒരു ആക്രമണത്തിൽ പരിക്കേറ്റതായിട്ടുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്നുള്ള ചില വാർത്തകൾ കൂടി പുറത്തു വരികയും ചെയ്തു. നമ്മളിപ്പോൾ കാണിക്കുന്ന ദൃശ്യങ്ങൾക്ക് പുറമെ മനുഷ്യരും വളരെ ദയനീയമായിട്ടുള്ള, വളരെ നെഞ്ചു ഉലയ്ക്കുന്ന തരത്തിലുള്ള പല ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. കൊച്ചുകുട്ടികൾ, കൈക്കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ഈ ഒരു ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അവരുടെ ശരീരഭാഗങ്ങൾ ചിന്നിച്ചേറി കിടക്കുന്ന വളരെ ഭയാനകരമായിട്ടുള്ള ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. അത് നമുക്ക് പ്രേക്ഷകരെ കാണിക്കാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ്. അത്രത്തോളം ക്രൂരമായ ഒരു നടപടി ഇപ്പോൾ പാകിസ്ഥാൻ എയർഫോഴ്സിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് മഞ്ജുഷ്. കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് സ്ഥിരം ഇവിടെ ഭീകരാക്രമണങ്ങൾ ഉണ്ടാകുന്ന ഒരു പ്രദേശം കൂടിയാണല്ലോ. അപ്പോൾ TTPയെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള തെഹ്രീക്കെ താലിബാൻ പാകിസ്ഥാൻ അവരെ ലക്ഷ്യം വിട്ടുകൊണ്ടുള്ള ഒരു ആക്രമണം, ആ രീതിയിൽ തന്നെയാണല്ലോ ഇപ്പോഴും ഔദ്യോഗികമായിട്ടുള്ള വിശദീകരണം വരുന്നത്.
തീർച്ചയായും അങ്ങനെയുള്ള ഒരു ഔദ്യോഗികമായിട്ടുള്ള വിശദീകരണം വരുന്നില്ല എങ്കിലും സ്വാഭാവികമായും അങ്ങനെയൊരു രീതിയിലുള്ള പ്രതികരണം തന്നെയാണ് പുറത്തു വന്നുകൊണ്ടേയിരിക്കുകയും ചെയ്യുന്നത്. നേരത്തെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അവിടെ വലിയ ആക്രമണ സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ടായിരുന്നു. പാകിസ്ഥാന്റെ ഈ സോൾജേഴ്സിന് നേരെ, അത്തരത്തിൽ അവിടുത്തെ സൈനികർക്ക് നേരെ ചില ആക്രമണങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. മൈനിങ് അടക്കമുള്ള ബോംബ് സ്ഫോടനം ഉണ്ടാവുകയും ഒപ്പം തന്നെ പല വാഹനങ്ങൾ, പാകിസ്ഥാന്റെ സൈനിക വാഹനങ്ങൾ തകർക്കുകയും നിരവധി സൈനികർ കൊല്ലപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച കൃത്യമായി പറഞ്ഞാൽ സെപ്റ്റംബർ 13 നടന്ന ഈ ഒരു ആക്രമണത്തിൽ 17 സൈനികർക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്ത ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഈ ഒരു ആക്രമണം എയർഫോഴ്സിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ വസിക്കുന്ന മേഖലയിലാണ് ഇത്തരത്തിലൊരു ബോംബ് വർഷം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്രത്തോളം ഉള്ളുലിക്കുന്ന കാഴ്ചകൾ തന്നെയാണ് പാകിസ്ഥാനിൽ നിന്ന് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. കാരണം ഭീകരവാദികളെ രക്ഷപ്പെട്ടുകൊണ്ട് നടത്തിയ ഒരാക്രമണം, അത് പക്ഷേ അവരുടെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ അധിവസിക്കുന്ന, അതും രാത്രിയിൽ പുലർച്ചെ 2 മണിയോടുകൂടിയാണ് ഇത്തരത്തിലൊരു ആക്രമണം എയർഫോഴ്സിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്ത് ജനങ്ങൾ ഇറങ്ങിക്കിടക്കുന്ന മേഖലയിലാണ്, വീടുകൾക്ക് മുകളിലേക്കാണ് ഈ ഒരു ബോംബ് വർഷം ഉണ്ടാവുകയും ചെയ്ത് അങ്ങനെ നിരവധി പേർ കൊല്ലപ്പെടുന്ന തരത്തിലേക്ക് പോവുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് 30ഓളം പേർക്ക് ഇപ്പോൾ ജീവഹാനി സംഭവിച്ചിട്ടുണ്ട്. അതിൽ ഭൂരിഭാഗവും സ്ത്രീകളും കൊച്ചു കുഞ്ഞുങ്ങളാണ്, അതായത് കൈക്കുഞ്ഞുങ്ങളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അത്രത്തോളം ദുഃഖകരമായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തുവരികയും. മേഖലയിൽ പലയിടങ്ങളിലും സ്ത്രീകളുടെയും കുട്ടികളുടെയും മൃതദേഹങ്ങൾ ചിതറിക്കിടക്കുന്നു എന്നുള്ള ദയനീയമായ കാര്യങ്ങളും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയം സ്വന്തം മണ്ണിലാണ് പാകിസ്ഥാൻ ഇങ്ങനെ ഒരു ആക്രമണം നടത്തിയിരിക്കുന്നത് എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. അത് ഭീകര സംഘടനകളെ ലക്ഷ്യം വെച്ചുള്ളതാണെങ്കിലും സാധാരണക്കാർ കൊല്ലപ്പെട്ടിരിക്കുന്നുവെന്ന സ്ഥിരീകരിച്ച റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഖൈബർ പഖ്തൂൺ മേഖലയിലാണ് ഇങ്ങനെ ഒരു ആക്രമണം പാകിസ്ഥാൻ വ്യോമസേന നടത്തിയിരിക്കുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്. പാലിയേക്കരയിലെ ടോൾ പിരിവ് തടഞ്ഞുള്ള ഉത്തരവ് നീട്ടി നൽകിയിരിക്കുകയാണ് ഹൈക്കോടതി. അനുമതിക്കാര്യത്തിൽ വ്യാഴാഴ്ച തീരുമാനമെടുക്കാമെന്നാണ് ഹൈക്കോടതി അറിയിച്ചത്. സർവീസ് റോഡ് തകർന്ന സാഹചര്യത്തിലാണ് ഡിവിഷൻ ബെഞ്ചിന്റെ ഈ തീരുമാനം. ടോൾ പിരിവ് പുനഃസ്ഥാപിക്കുന്നതിൽ ഇന്ന് തീരുമാനം എടുക്കാനിരിക്കെയാണ് ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് പരിഗണിച്ച് കോടതി ഉത്തരവ് നീട്ടി നൽകിയത്. സർവീസ് റോഡ് തകർന്നത് കാരണം ഗതാഗത തടസ്സം നേരിടുന്നുണ്ടെന്നായിരുന്നു കളക്ടറുടെ റിപ്പോർട്ട്. അമീബിക് മസ്തിഷ്ക ജ്വരവുമായി ബന്ധപ്പെട്ട ആശങ്കകൾ ശക്തമാകുന്നതിനിടെ രോഗബാധയുടെ ഉറവിടവുമായി ബന്ധപ്പെട്ടുള്ള അവ്യക്തതകളും തുടരുകയാണ്. ഈ മാസം ആദ്യം മരിച്ച ഓമശ്ശേരി സ്വദേശിയായ 3 മാസം പ്രായമുള്ള കുഞ്ഞിന് രോഗം ബാധിച്ചത് എവിടെ നിന്നെന്ന് കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കുട്ടിയെ കുളിപ്പിച്ച കിണറ്റിലെ വെള്ളത്തിന്റെ പരിശോധനയിൽ രോഗകാരണമായ ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തുവാനും കഴിഞ്ഞില്ല. കിണറ്റിൽ കണ്ടെത്തിയതാവട്ടെ മറ്റൊരു ബാക്ടീരിയയുടെ സാന്നിധ്യമാണ്. രോഗബാധ സംബന്ധിച്ച വിശദമായ പഠനങ്ങൾ വേണമെന്ന് 3 വയസ്സുകാരൻ്റെ പിതാവ് സിദ്ദിഖ് ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം വലിയ ആശങ്ക ഉയർത്തി ഓരോ ദിവസവും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. എവിടെ നിന്നാണ് ഈ രോഗത്തിന്റെ ഉറവിടം അല്ലെങ്കിൽ ഈ രോഗാണു എത്തുന്നതെന്ന് പോലും കൃത്യമായി പ്രവചിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം. ഒപ്പം ഏത് പ്രായ പരിധിയിലുള്ള ആളുകൾക്കും രോഗം വരാമെന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു. ഒരു മാസം മുമ്പാണ്, ഏതാണ്ട് 10-20 ദിവസം മുമ്പാണ് ഓമശ്ശേരി സ്വദേശിയായ സിദ്ദിഖിന്റെ കുട്ടി, കേവലം 3 മാസം പ്രായമുള്ള ആ കുട്ടി അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരിച്ചത്. ആ കുട്ടിക്ക് രോഗം വന്നത് എവിടെ നിന്നുള്ള ആണ് എന്നുള്ള കണ്ടെത്താൻ പോലും പൂർണ്ണമായും കഴിഞ്ഞിട്ടില്ല എന്ന ഒരു വിലയിരുത്തലാണുള്ളത്. എന്തായാലും നമുക്കൊപ്പം സിദ്ദിഖുണ്ട്. സിദ്ദിഖ്, കുട്ടിക്ക് എങ്ങനെയാണ് ഇത് ആദ്യം പ്രകടമായത്? എന്തൊക്കെയായിരുന്നു ആദ്യ ലക്ഷണങ്ങൾ? ആദ്യം പനിയാണ് വന്നത്, നല്ല പനി. അങ്ങനെ പനി വന്ന് പിന്നെ അപസ്മാരം, പനി കൂടി അപസ്മാരം, അതിനാണ് ഫസ്റ്റ് ലക്ഷണം വന്നത്. അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ സ്വകാര്യ ആശുപത്രിയിൽ കാണിച്ച് പിന്നെ അവിടുന്ന് കോളേജിലേക്ക് റെഫർ ചെയ്താണ്. അപ്പോൾ അവിടുന്ന് അമീബിക്കാണ് സ്ഥിരീകരിച്ച്. എങ്ങനെയാണ് ആദ്യത്തെ പരിശോധനയിൽ തന്നെ സ്ഥിരീകരിച്ചോ അല്ലെങ്കിൽ ഏത് സ്റ്റേജിൽ എത്തിയപ്പോഴാണിത്? ഇല്ലല്ല, അതിൽ ഫസ്റ്റ് ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്ത് അതിലൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. PCR ടെസ്റ്റിലാണ് പോസിറ്റീവായിട്ട് കണ്ടത്. കുളിപ്പിക്കുക എങ്ങനെ ദിവസം കുളിപ്പിക്കുമായിരുന്നു? ഡെയിലി അങ്ങനെ കുളിപ്പിക്കലേനു, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുടച്ചു കൊടുക്കും. അത്രയും കെയർ ചെയ്ത് നമ്മൾ നോക്കല്. ഇളം ചൂടുവെള്ളത്തിലാണ് കുളിപ്പിക്കുക. അപ്പൊ ഇത്രയും ചെറിയൊരു കുഞ്ഞിന് ഇങ്ങനെ കുളിപ്പിച്ചിട്ട് എങ്ങനെ വന്നു എന്നുള്ളതിൽ ഇപ്പൊ വ്യക്തമുണ്ട്. നിങ്ങൾക്കിപ്പോഴും ഒരു ആരോഗ്യവകുപ്പിൽ നിന്ന് എന്താണ് പറയുന്നത്? ആരോഗ്യവകുപ്പ് എന്ന് പറഞ്ഞാല് ഈ കിണർ വെള്ളത്തിന് കണ്ടതുകൊണ്ട് അതിലാവാനാണ് സാധ്യത പറഞ്ഞത്. അതിൽ അമീബയുടെ സാന്നിധ്യം കണ്ടതുകൊണ്ട് കുട്ടിക്ക് ഇങ്ങനെ വന്നതായിരിക്കും എന്ന് പറയാം. പക്ഷെ ഈ ആ കൃത്യം ശ്രേണിയിലുള്ളതല്ല കണ്ടേക്കുന്നത് അല്ലെ, മറ്റൊരു ബാക്ടീരിയ ആണുള്ളത്. അതെ അതെ, വേറെ ബാക്ടീരിയ ആണ് കണ്ടത്. അപ്പൊ ഈ ബാലമുത്യം ഉള്ളതുകൊണ്ട് ഒരുപക്ഷെ നാഗ്ലേരിയക്കുള്ള സാധ്യത ഉണ്ടെന്നായിരിക്കും ആരോഗ്യവകുപ്പ് പറയുന്നത്. അതെ അതെ അതെ, വേറെ സ്പീസീസ് ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. സ്പീഷീസിനുള്ള അല്ലെ? അതെ അതെ. എന്നിട്ട് ഈ ടാങ്ക് ഒക്കെ പരിശോധിച്ചിരുന്നു? ആ ടാങ്ക് പരിശോധിച്ചതിൽ നെഗറ്റീവാണ്.
ഈ വേറെ അവിടെയുള്ള ആളുകൾക്ക്, മുതിർന്ന ആളുകൾക്കോ എന്തെങ്കിലും ഈ ലക്ഷണങ്ങളോ അസുഖങ്ങളോ വല്ലതും ഉണ്ടായിരുന്നോ? ഇല്ലല്ല, വേറെ ആർക്കും ഇല്ല. വേറെ ആർക്കും ഉണ്ടായിട്ടില്ല. കുറച്ചാൾക്ക് പനിച്ചെന്നല്ലാണ്ട് ഈ ഒരു ലക്ഷണങ്ങളൊന്നും ഇല്ലായിരുന്നു, ഈ ഒരു അസുഖമൊന്നും വന്നിട്ടില്ലായിരുന്നു. ഈ തലച്ചോറിന് വരുന്നതാണ് ഏറ്റവും അങ്ങനെയാണോ ഡോക്ടർമാർ പറയുന്നത്? എന്താണ് ഡോക്ടർമാർ പറയുന്നത്? ഈ തലച്ചോറിന് ബാധിച്ചതുകൊണ്ടാണോ ഈ രക്ഷപ്പെടുത്താൻ? അതെ, തലച്ചോറിലേക്ക് നല്ല ബാധിച്ചാൽ പിന്നെ 97% മരണക്കാണെന്ന പറഞ്ഞു, മരണ സാധ്യത ആണ് പറഞ്ഞു. അവരെ കൊണ്ട് പറ്റുന്ന ചികിത്സ എല്ലാം ചെയ്തു അല്ലേ? അതെ, മെഡിക്കൽ കോളേജ് നല്ല ചികിത്സയായിരുന്നു. അവരെ ട്രീറ്റ്മെന്റ് ഒക്കെ ഭയങ്കര നല്ല ട്രീറ്റ്മെന്റ് ആയിരുന്നു, ഡോക്ടേഴ്സ് ആയാലും നഴ്സുമാരായാലും. എന്നാലും വലിയ ഗൗരവമുള്ള പഠനങ്ങളും നടപടികളും ആവശ്യമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം കേവലം 3 മാസം മാത്രം പ്രായമുള്ള കുട്ടിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഒപ്പം ഇതിന്റെ ഉറവിടത്തെക്കുറിച്ചുള്ള പലതരത്തിലുള്ള അവ്യക്തതകൾ, അല്ലെങ്കിൽ ഏത് ശ്രേണിയിൽപ്പെട്ട ബാക്ടീരിയയാണ് എത്തുന്നതെന്നടക്കമുള്ള കാര്യങ്ങളിൽ ഇനിയും ആരോഗ്യവകുപ്പ് കൃത്യമായി പരിശോധനകൾ നടത്തേണ്ടതുണ്ട്. കൂടുതൽ മെച്ചപ്പെട്ട സംവിധാനങ്ങൾ ഇക്കാര്യത്തിൽ ഏർപ്പെടുത്തണമെന്ന കാര്യമാണ് സിദ്ദിഖ് മുന്നോട്ട് വയ്ക്കുന്നത്. കോഴിക്കോട് കല്ലാച്ചിയിൽ വിദ്യാർത്ഥിനിക്ക് നേരെ പാഞ്ഞെടുത്ത് തെരുവു നായ്ക്കൂട്ടം. കഴിഞ്ഞ ദിവസം സ്കൂളിലേക്ക് പോകുമ്പോഴായിരുന്നു നായ്ക്കൾ പാഞ്ഞെടുത്തത്. തെരുവു നായ്ക്കൾക്ക് നേരെ സ്കൂൾ ബാഗ് ഊരിയെറിഞ്ഞാണ് വിദ്യാർത്ഥിനി ഓടി രക്ഷപ്പെട്ടത്. തെരുവു നായ്ക്കൂട്ടം പിന്നാലെ ഓടിയെങ്കിലും പെൺകുട്ടിക്ക് കടിയേൽക്കാതെ രക്ഷപ്പെട്ടു. പാലക്കാട് സ്കൂട്ടർ മറിഞ്ഞ് ബസ്സിനടിയിലേക്ക് വീണ യാത്രക്കാരൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കട്ടിൽ മാടത്താണ് ഈ സംഭവം. നിയന്ത്രണം വിട്ട സ്കൂട്ടർ പിന്നാലെ വന്ന ബസ്സിനടിയിലേക്ക് മറിയുകയായിരുന്നു. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ കൂടി നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 10,320, പവന് 82,560. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 8,550, പവന് 68,400. വെള്ളി ഗ്രാമിന് 144, കിലോയ്ക്ക് 1,44,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. ഇടവേളയ്ക്ക് ശേഷം സ്പോട്ട് ലൈവ് ടോം കുര്യാക്കോസ് ചേരും.